ഇപ്പോൾ സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട്, റൂട്ട് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. ഫ്ലവേഴ്സ് പിന്നീട് എന്തായിട്ട് മാറും? ഫ്രൂട്ട് ഉണ്ട്, സീഡ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പുറമേയുള്ള ഫീച്ചേഴ്സ് ആണ് അല്ലേ? ഈ ഫീച്ചേഴ്സിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്തിൽ പഠിക്കുന്നത്? ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കംപ്ലീറ്റ് ത്രൂ ഔട്ട് പഠിക്കുന്നത്. ഓക്കെ, മോർഫോളജി. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ചാപ്റ്റർ, ഇടയിലൊരു ചാപ്റ്റർ ഉണ്ട്, സ്ട്രക്ചറൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ അല്ലേ? സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ഫ്രോഗ് മാത്രം അല്ലേ? ഫ്രോഗ് മാത്രമേ പഠിക്കാനുള്ളൂ. ഫ്രോഗിൻ്റെ എന്തൊക്കെ പഠിക്കും? കോക്രോച്ച് ഇല്ല. ഓക്കെ, ഫ്രോഗ് മാത്രമേ പഠിക്കാനുള്ളൂ. ഞാൻ പറഞ്ഞു അതാണ് NCERT സിലബസ് ആണ്, മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ ബയോ പഠിച്ചിട്ടുള്ളവർക്ക് നിങ്ങൾ എക്സ്ട്രാ പഠിച്ചിട്ടുണ്ടാവും. ആ എക്സ്ട്രാ പഠിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനില്ല. ഫ്രോഗ് മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഫ്രോഗിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, എൻറ്റയർ ഫ്രോഗിൻ്റെ ബോഡിയിൽ കാണുന്ന സിസ്റ്റം. ആൻഡ് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾ എന്ത് കംപ്ലീറ്റ് ചെയ്താൽ, ഹ്യൂമൻ ഫിസിയോളജി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതെല്ലാം പഠിക്കുന്നത് ഈ ഒരൊറ്റ ചാപ്റ്ററിലാണ്. ആക്ച്വലി ഈ ചാപ്റ്റർ അങ്ങനെ ആയിരുന്നില്ല. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ശരിക്കും പഠിക്കാനുണ്ടായിരുന്നത് ആനിമൽ ടിഷ്യൂസ് ആയിരുന്നു. പിന്നെ 2-3 എക്സാമ്പിളും കോക്രോച്ച്, എർത്ത് ആൻഡ് ഫ്രോഗ്. ആനിമൽ ടിഷ്യൂസ് ആയിരുന്നു ഇതിൻ്റെ എസെൻസ് എന്ന് പറയുന്നത്. അതായത് ആനിമൽ ടിഷ്യൂസിൽ നിങ്ങൾ എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, ഇതൊക്കെ എനിക്കൊന്ന് കേട്ടിട്ടുണ്ടാവില്ലേ, ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടോ? അതൊക്കെയായിരുന്നു ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ കട്ട് ഷോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ആനിമലിൻ്റെ എൻറ്റയർ ഫിസിയോളജിയാണ് ഇപ്പം പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ അത്രേ വരുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് അനാട്ടമി. അനാട്ടമി ഓഫ് വീണ്ടും ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇപ്പം പ്യോർ ബോട്ടണിയിൽ വരുന്ന എത്ര ചാപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു? പ്ലാന്റ് കിങ്ഡം പറഞ്ഞു, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പറഞ്ഞു, അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പറഞ്ഞു. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, ഇന്റർ കണക്റ്റഡ് ആണ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും? അതേപോലെ തന്നെ കണക്റ്റഡ് ആയിട്ട് നിങ്ങളോട് ചോദിക്കും. ഇനി അനാട്ടമി എന്ന് പറയുന്ന സമയത്ത് എന്താ നമ്മൾ പഠിക്കുന്നത്? ഇന്റേണൽ ഫീച്ചേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റെം കട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു ലീഫ് കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ എന്താണോ കാണുന്നത് ആ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക? അനാട്ടമിയിൽ പഠിക്കുക. ഇതും ഒരുപാട് ഡിലീറ്റഡ് പോർഷൻസ് ഉള്ളതുകൊണ്ട് ഈ ചാപ്റ്റർ നിങ്ങളുടെ NCERT സിലബസിൽ എന്താണ് ഇപ്പോൾ സിമ്പിൾ ആയിട്ടുണ്ട്. ഒരുപാട് പഠിക്കാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മോണോകോട്ട്, ഡൈക്കോട്ട്, റൂട്ടിൻ്റെ ഡിഫറൻസ്, സ്റ്റെമ്മിൻ്റെ ഡിഫറൻസ് ആൻഡ് ലീഫിൻ്റെ ഡിഫറൻസ് ആണ് കാര്യമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? സോ ഈ 3 ചാപ്റ്ററാണ് അടുത്ത യൂണിറ്റിൽ വരുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞതിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ ഓരോന്നിലും എന്താണ് പഠിക്കുക എന്നുള്ളത്? ഓക്കെ ആണോ? അടുത്ത യൂണിറ്റ് എന്താ വരിക? ഇത് കഴിഞ്ഞിട്ട് വരുന്നേ? കറക്റ്റ് ആണ്. ഏതാ? സെല്ലിന്റെ യൂണിറ്റ്. അതിന്റെ പേരെന്താണ്? സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് എന്നാണ്. അതിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് വീണ്ടും പഠിക്കാനുള്ളത്. ഏതൊക്കെയാ 3 ചാപ്റ്റേഴ്സ് വരുന്നേ? സെൽ, ദ യൂണിറ്റ് ഓഫ് ലൈഫ്. ഓക്കെ, ഇനി ബയോളജിക്കാരും മിണ്ടരുതേ, CS-കാരൊന്ന് പറയാ എന്താ സെൽ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് എത്രത്തോളം അറിയുന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ സെൽ എന്ന് പറഞ്ഞാൽ? അതിവിടെ ഉണ്ട്. അതല്ലാതെ സെൽ നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു ഡെഫിനേഷൻ ഉണ്ട്. എന്താ സെൽ? ഫങ്ഷണൽ യൂണിറ്റ്. ഓക്കെ, ബേസിക് ഫങ്ഷണൽ ആൻഡ് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സെല്ലാണ്. ഇനി ഒരു കോമൺ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് സെല്ലിനെ ബേസിക് യൂണിറ്റ് ആക്കി എടുത്തത്? എന്താ എനിക്ക് സെൽ ഓർഗനൽസ് എടുക്കാൻ പറ്റാതെ? സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്ന മൈറ്റോകോൺട്രിയ, ഗോൾഗി അപ്പാരറ്റസ്, ഇതൊക്കെ എന്താണ്? സെൽ ഓർഗനൽസ് ആണ് അല്ലേ? അപ്പോൾ ഈ സെൽ ഓർഗനൽസ് അല്ലാതെ ഞാൻ എന്തിനാ സെല്ലിന് എടുത്തേ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫായിട്ട്? ഞാനല്ല, സയൻറ്റിസ്റ്റ്.
മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്താ എല്ലാം എല്ലാം ഒരുമിച്ചായാലേ വർക്കാവുള്ളൂ. അത് ഓക്കെ, കറക്റ്റ് ആണത്. അതുകൊണ്ടാണോ മൾട്ടിപ്ലൈ സെല്ല് കൂടിയിട്ട് ടിഷ്യൂസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പം സെൽ ഓർഗനൽസ് കൂടിയിട്ട് ഒരു സെല്ല് ഫോം ചെയ്യുന്നില്ലേ? ഓർഗനൽസ് സെൽ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യും. വർക്ക് ചെയ്യൂ? കറക്റ്റ്. സെൽ ഓർഗനൽസ് ഡിവൈഡ് ചെയ്യാറില്ലേ? മൈറ്റോകോൺട്രിയ ഡിവൈഡ് ചെയ്യും, ക്ലോറോപ്ലാസ്റ്റ് ഡിവൈഡ് ചെയ്യും. ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ഫങ്ഷൻസ് പെർഫോം ചെയ്യും സെൽ ഓർഗനൽസ്. എൻ്റെ ചോദ്യം ഇതൊന്നുമല്ല. എൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് സെല്ലിനെ ബേസിക് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്? മോളുടെ പേരെന്താ? ഐശ്വര്യ. ഓൾമോസ്റ്റ് ആൻസറിൻ്റെ അടുത്തെത്തി, പക്ഷെ ഫുൾ കംപ്ലീറ്റ് ചെയ്തില്ല. മൈറ്റോകോൺട്രിയ. ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉള്ള, അതായത് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിവുള്ള സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് പറഞ്ഞിരുന്നോ? സെല്ലെന്നാണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞിരുന്നോ? ഞാൻ കേട്ടില്ല. ഇല്ല. അപ്പം സെൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്താണ്? അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുമോ? വെരി ഗുഡ്. എന്താ എക്സാമ്പിൾ? സിംഗിൾ സെൽ ഓർഗാനിസം. ബാക്ടീരിയ. വെരി ഗുഡ്. ബാക്ടീരിയ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ലേ? ഒരു ബാക്ടീരിയക്ക് എന്ത് ചെയ്യാം? സ്വന്തമായിട്ട് എല്ലാ ഫിസിയോളജിക്കൽ ഫങ്ഷൻസും ചെയ്യാം. അതിൻ്റെ കൂടെ അവർ ഡിവൈഡും ചെയ്യുന്നുണ്ട്. റൈറ്റ്. അപ്പം ഏറ്റവും സ്മോളസ്റ്റ് ലിവിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സെല്ലാണ്. ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉള്ളത് സെല്ലിനാണ്. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൽ ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരും ചിന്തിച്ചില്ല എന്തുകൊണ്ടാണ് സെല്ലിനെ വിളിക്കുന്നത് വേറുള്ളതിനെ വിളിക്കാത്തതെന്ന്? ഓക്കെ, ഇനി സെല്ലിന്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ സെൽ ഓർഗനൽസ് ആണെന്ന് പറഞ്ഞു. സെൽ ഓർഗനൽസ് എന്ത് വെച്ചാ ഫോം ചെയ്തിരിക്കുന്നത്? സെൽ ഓർഗനൽസ് ടിഷ്യൂ വെച്ചാണോ? സെൽ ഓർഗനൽസ് എന്ത് വെച്ചിട്ടാ ഫോം ചെയ്തിരിക്കുന്നത്? എന്താ? ഇപ്പൊ നമ്മളുടെ ബോഡിയിൽ, ഓർഗാനിസത്തിന്റെ ബോഡിയിലുള്ള ഒരു സിംഗിൾ ഓർഗൻ ആണ് എന്ത്? ലിവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓർഗൻ, ഹാർട്ട്, ബ്രെയിൻ, എന്തെങ്കിലും. അതേപോലെ സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് സെൽ ഓർഗനൽ എന്ന് പറഞ്ഞാൽ. ഓർഗനു പകരം ഓർഗനൽ. ഓക്കെ, ഈ സെൽ ഓർഗനൽസ് എല്ലാം ഫോം ചെയ്ത്, ഇപ്പൊ ഈ സെൽ ഓർഗനൽസ് എല്ലാവരും കൂടിയാണ് ഒരു സെല്ല് ഫോം ചെയ്യുന്നത്. സെൽ ഓർഗനൽസ് എന്ത് വെച്ചാ ഫോം ചെയ്തിരിക്കുന്നത്? ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയായിരിക്കും കേട്ടോ ക്ലാസ്. നിങ്ങൾ ആലോചിക്കണം, നിങ്ങളല്ലേ ചിന്തിക്കണ്ടേ, നിങ്ങളല്ലേ സയന്റിസ്റ്റ് ആവുക, ഫ്യൂച്ചർ സയന്റിസ്റ്റ്. യെസ്. ഓർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പൊ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് ഇല്ല. ആറ്റംസ് അതിൻ്റെ ഇടയിലും ഉണ്ട്. ആറ്റംസ് കൂടി ചേർന്ന് എന്താ ഫോം ചെയ്യുക? എന്ത് മോളിക്യൂൾസ് ആണ് ലിവിങ് സിസ്റ്റത്തിൽ കാണുക? യെസ്, ബയോമോളിക്യൂൾസ്. ഓക്കെ, ബയോമോളിക്യൂൾസ് ആണ് അടുത്ത ചാപ്റ്റർ. നിങ്ങൾ ഒരു കണക്ഷനും ഇല്ലാത്ത രണ്ട് ചാപ്റ്റർ ആണല്ലേ ഇത്രയും കാലം വിചാരിച്ചേ? ആണോ? ആക്ച്വലി ഇവർ കണക്റ്റഡ് ആണ്. സെൽ ഓർഗനൽസ് എല്ലാം ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? ബയോമോളിക്യൂൾസ് വെച്ചിട്ടാണ്. ഏതൊക്കെയാണ് ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ? അതറിയാം. പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ് ആൻഡ് മെയിൻ ആയിട്ടുള്ള ആളെ വിട്ടെ. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്. ഒരാളും കൂടെ. അപ്പൊ ലിപ്പിഡ്സ് ആരായി? എൻസൈം ഒരു പ്രോട്ടീനാണ്. പ്രോട്ടീൻ അല്ലാത്ത എൻസൈമും ഉണ്ട്. വെരി ഗുഡ്. ന്യൂക്ലിക് ആസിഡ് ഉണ്ട് അല്ലെ? DNA RNA വേണ്ടേ? നിങ്ങളുടെ എക്സിസ്റ്റൻസിന്റെ ഭാഗമല്ലേ DNA RNA? അപ്പോൾ ന്യൂക്ലിക് ആസിഡ്സ് ആണ്
4 ബയോമോളിക്യൂൾസ് പഠിക്കാനുള്ളത്. ഇനി CS-കാർക്ക് ബയോമോളിക്യൂൾസ് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബയോളജിക്കൽ വേർഷൻ ആണെന്നേ ഉള്ളൂ. കുറച്ച് ഇത്രയും കൂടെ തിയറിറ്റിക്കൽ പാർട്ട് ഇവിടെ ഡീൽ ചെയ്യും. അത്രേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, ബയോമോളിക്യൂൾസ്, അടുത്ത ചാപ്റ്റർ. ഇനി ഇതെല്ലാം ഒരു സെൽ ഉണ്ടായാൽ പോരല്ലോ, ഈ സെല്ലുകൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പൊ അടുത്ത ചാപ്റ്റർ അത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്, സെൽ സൈക്കിൾ. അതായത് സെൽ ഡിവിഷന് ഒരു സൈക്കിൾ ഉണ്ട്. അങ്ങ് വെറുതെ പോയിട്ട് ഡിവൈഡ് ചെയ്യല്ല, സെല്ല് ഗ്രോ ചെയ്യണം അല്ലെ, സെല്ല് ചില കാര്യങ്ങൾ സിന്തസൈസ് ചെയ്യണം, പിന്നെ വീണ്ടും ഗ്രോ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഡിവിഷൻ ഫേസ് കാണും. ഇതിനൊക്കെ മുന്നേ ആയിട്ടൊരു പ്രിപ്പറേറ്ററി ഫേസ് ഉണ്ടാവും, റെസ്റ്റ് ചെയ്യുന്നൊരു ഫേസ് ഉണ്ടാവും അല്ലേ. യെസ്. അപ്പം പിന്നെ ചില ആൾക്കാർ ഡിവിഷൻ നിർത്തും. അപ്പൊ പലതരത്തിലാണ് സെല്ലിന്റെ ഡിവിഷനും സെല്ലിന്റെ സൈക്കിളും നടക്കുന്നത്. അപ്പൊ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ആണ് ഈ യൂണിറ്റിലത്തെ അവസാനത്തെ ചാപ്റ്റർ. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. സെൽ സൈക്കിൾ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ CS മാത്രം പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ അതിപ്പോൾ സ്കിപ്പ് ചെയ്യാണ്. പക്ഷെ സെൽ ഡിവിഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സെൽ എന്തിനാണ് ഡിവൈഡ് ചെയ്യുന്നത് ബേസിക്കലി? എപ്പോഴൊക്കെയാണ് നമുക്ക് സെൽ ഡിവിഷൻ റിക്വയർമെന്റ് വരുന്നത്? പഴയ സെൽസ് വർക്ക് ചെയ്യാതെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഓൾഡർ സെൽസിനെ റീപ്ലേസ് ചെയ്യാനായിട്ട്. വെരി ഗുഡ്. പിന്നെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, വെരി ഗുഡ്. ഗ്രോത്തിന് വേണ്ടിയിട്ട് സെല്ല് ഡിവൈഡ് ചെയ്യും. ഓക്കെ, റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് സെല്ല് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഗ്രോത്തിന് വേണ്ടിയിട്ടും ഒരേപോലെയാണോ ഡിവൈഡ് ചെയ്യുന്നത്? വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം വരുന്നത്? മൈറ്റോസിസ് ആൻഡ് മിയോസിസ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പരിചയമുണ്ട് അല്ലേ? ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൈറ്റോസിസും മിയോസിസും എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഒരു സെൽ എന്തായിട്ട് മാറും, 2 സെല്ലായിട്ട് മാറും. അതായത് 2n ആണ് ഇതിന്റെ ഡിവിഷൻ നടക്കുക. 2 4 ആവും, 4 പിന്നെ 8 ആവും, 8 16 ആവും, 16 32 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, അതാണ് മൈറ്റോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ. ഇത് എപ്പോഴൊക്കെയാണ് നടക്കുക? എപ്പോഴെങ്കിലും ഒരു റിപ്പയറിങ് വേണ്ട സമയത്ത്. നിങ്ങൾക്കൊരു ഇഞ്ചുറി വന്നു, ഇപ്പോൾ ഒരു മുറിവ് വന്നു, ആ മുറിവ് അങ്ങനെ തന്നെ നിൽക്കില്ലല്ലോ, ഉണങ്ങും അല്ലേ. ഉണങ്ങിയതിന് ശേഷം അവിടെ റിപ്പയറിങ് നടക്കും, പുതിയ സ്കിൻ സെൽസ് അവിടെ വരും അല്ലേ. ഇതിനൊക്കെ വേണ്ടിയിട്ട് ആരാണ് വർക്ക് ചെയ്യുന്നത്? ഏത് ഡിവിഷനാണ് നടക്കുന്നത്? മൈറ്റോസിസ് ആണ് നടക്കുന്നത്. ഇനി എല്ലാ സെല്ലുകളും ഡിവൈഡ് ചെയ്യോ നിങ്ങളുടെ ബോഡിയിലത്തെ? ഏത് സെല്ലാണ് ഡിവൈഡ് ചെയ്യാത്ത? വെരി ഗുഡ്. ഹാർട്ടിന്റെ സെൽസ് ഡിവൈഡ് ചെയ്യാറില്ല. പിന്നെ കണ്ണ്, കണ്ണിലത്തെ ചില സെല്ലുകൾ ഡിവൈഡ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ റെറ്റിനൽ സെൽസ് ഒന്നും എന്ത് ചെയ്യില്ല. റോഡ് സെൽ, കോൺ സെൽ ഒക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ മെയിൻ ആളെ വീണ്ടും മറന്നു. വെരി ഗുഡ്. ബ്രെയിനിലെ ന്യൂറോൺസ്. ന്യൂറോൺസ് എന്ത് ചെയ്യാറില്ല? ഡിവൈഡ് ചെയ്യോ? ന്യൂറോൺസ് ഡിവൈഡ് ചെയ്യുന്ന ന്യൂറോൺസ് ഉണ്ടോ? ഡിവൈഡ് ചെയ്യുന്ന ന്യൂറോൺസ് ഉണ്ട് കേട്ടോ. പക്ഷേ അത് എല്ലാ സ്ഥലത്തും ആ ഒരു ഡിവിഷൻ നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇൻ ജനറൽ എന്ത് പറയുന്നത്, ന്യൂറോൺസ് ഡു നോട്ട് ഡിവൈഡ്. അതായത് അവർ മെച്ചുറേറ്റിന് ശേഷം പിന്നെ അധികം ഡിവൈഡ് ചെയ്യില്ല. നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്പായി അത്യാവശ്യം ഗ്രോത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു ന്യൂറോൺ വീണ്ടും ഡിവൈഡ് ചെയ്യില്ല. അവരൊരു വേറൊരു ഫേസിലോട്ട് മാറും. ഓക്കെ, അപ്പോൾ ആ ഫേസിൻ്റെ കാര്യം ഇപ്പോൾ പറയുന്നില്ല. അപ്പം ചില സെല്ലുകൾ ഡിവൈഡ് ചെയ്യും, ചില സെല്ലുകൾ ഡിവൈഡേ ചെയ്യില്ല. അപ്പോൾ മൈറ്റോസിസ് നടക്കുന്നതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നല്ലൊരു എക്സാമ്പിളാണ് ഇത്, ലിവർ. ലിവർ നിങ്ങൾ ഡൊണേറ്റ് ചെയ്താലും വീണ്ടും എന്ത് ചെയ്യും? റീജനറേറ്റ് ചെയ്യും. റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ സ്കിന്നിൻ്റെ പാർട്സ്, ഇപ്പം മുറിവൊക്കെ പറ്റുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ സ്കിന്ന് എന്ത് ചെയ്യാറുണ്ട്? ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുണ്ട്. നമ്മളുടെ ബോഡിയിൽ നിന്ന് തന്നെ സ്കിൻ എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫിക്സ് ചെയ്യാറുണ്ട്. ചില സമയത്ത് നമ്മൾ ഈ സർജറി ചെയ്യില്ലേ, ബ്രെയിനിൻ്റെ സർജറി ചെയ്യുന്ന സമയത്ത് ഒരു സ്യൂച്ചർ എന്നാണ് നമ്മൾ പറയുക ഈ ജോയിൻസിനെ.
ആ സ്യൂച്ചറിൽ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, അവിടെ സർജറി ചെയ്യും. സർജറി ചെയ്ത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഇതെങ്ങനെ അടച്ചു വെക്കുക? അടച്ചു വെക്കാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ ഒരു സ്കിന്നിൻ്റെ റീജിയൻ എടുത്ത് ക്ലോസ് ചെയ്ത് വെക്കാറുണ്ട് താൽക്കാലികമായിട്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ആ സ്യൂച്ചർ വെക്കേണ്ട സമയത്ത് ആ ബോണ് വെക്കേണ്ട, ക്രേനിയം അല്ലേ ഇവിടെ ഉള്ള ബോൺ, ഏതാ ക്രേനിയമാണ് അല്ലേ. ഈ ക്രേനിയം ഞാൻ റിമൂവ് ചെയ്തിട്ട് തിരിച്ച് വെക്കേണ്ടപ്പോൾ ഞാൻ ആ സ്കിന്നെടുത്ത് മാറ്റി വീണ്ടും ക്രേനിയം വെക്കും. ഓക്കെ, ആ ഒരു കഷ്ണം വെക്കും. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ പാർട്സിനും ഒരേപോലെയുള്ള സെൽ ഡിവിഷൻ കപ്പാസിറ്റി അല്ല ഉള്ളത്. അവരുടെ സെൽ സൈക്കിൾ അതിനനുസരിച്ച് എന്താണ് വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഇനി മൈറ്റോസിസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഡിവിഷൻ നടക്കുന്നത്. 1 2 ആവും, 2 4 ആകും. അതായത് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത് എങ്ങനെയാണ്, 2n എന്നുള്ള ഫോമാറ്റിലാണ്. ഇനി മൈറ്റോസിസ് ആണ് മെജോറിറ്റി ഓഫ് ദ സെൽസ് അണ്ടർഗോ ചെയ്യുന്നത് എന്ത് തന്നെയാണ്, മൈറ്റോസിസ് ആണ്. എക്സെപ്റ്റ് ഒരു പെർട്ടിക്കുലർ സെൽ നിങ്ങളുടെ ബോഡിയിലത്തെ. ഏത് സെല്ലാണ്? വെരി ഗുഡ്, ഗാമെറ്റ്സ് അല്ലേ. മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്തിനുള്ളതാണ്? ഫെമിലിയർ ആണോ മിയോസിസ്? എന്താണ് അപ്പൊ മിയോസിസ്? ഇവിടെ എങ്ങനെയാ, ഒരു സെല്ല് രണ്ടാണോ നാലാണോ? ഞാനിപ്പോ എല്ലാരും പറഞ്ഞോ എന്താ വരിക, ഒരു സെല്ല് 4 മാറും. ഇതാണോ അതിന്റെ സിഗ്നിഫിക്കൻസ്? ഒരു സെല്ല് 4 ആകുന്നു എന്നുള്ളതാണോ നമ്മളുടെ മെയിൻ പ്രശ്നം? എന്താ നമ്മളുടെ പ്രശ്നം? എന്തിനാണ് അത് ചെയ്യുന്നത്? റിഡക്ഷൻ ഡിവിഷൻ. എന്തിനാണ് റിഡക്ഷൻ ഡിവിഷൻ ചെയ്യുന്നത്? ക്രോമസോം നമ്പർ ഹാഫ് ആക്കാൻ. എന്തിനാ ക്രോമസോം നമ്പർ ഹാഫ് ആക്കുന്നേ? ഫോർ എക്സാമ്പിൾ മൈറ്റോസിസ് നടന്നു എന്ന് വിചാരിക്കുക, ഗാമെറ്റ് സെല്ലിൽ എന്താ സംഭവിക്കുക? അപ്പം നിങ്ങൾക്ക് എത്ര സെറ്റ് ഓഫ് ക്രോമസോം ഉണ്ട്? സെറ്റ് ഓഫ് ക്രോമസോം 23 പെയർ എന്ന് പറയുമ്പോൾ എത്ര സെറ്റ് ഓഫ് ക്രോമസോം ഉണ്ട്? എത്ര സെറ്റ് ഓഫ് ക്രോമസോം ഉണ്ട്? 2 സെറ്റ് ഓഫ് ക്രോമസോം പ്രസന്റ് ആണ് അല്ലേ. ഈ സെറ്റ് ഓഫ് ക്രോമസോമിനെ നമ്മൾ എങ്ങനെയാ പറയാ? പ്ലോയിഡി എന്നാണ് പറയാ. നിങ്ങളുടെ അടുത്ത് ഒരു സെറ്റ് ഓഫ് ക്രോമസോം ആണെങ്കിൽ ആ കണ്ടീഷൻ ഏതാ? ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണ്. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോമിനെ. ഇനി നിങ്ങളുടെ അടുത്ത് 2 സെറ്റ് ഓഫ് ക്രോമസോം ഉണ്ടെന്ന് വിചാരിക്കാം. 2 സെറ്റ് ഓഫ് ക്രോമസോം ഉണ്ടെങ്കിൽ ഇതെന്താ? ഡിപ്ലോയിഡ് ആണ്. 2n എന്നാണ് റെപ്രസെന്റേഷൻ വരിക. 3 സെറ്റ് ഓഫ് ക്രോമസോം ഉണ്ടെങ്കിൽ ട്രിപ്ലോയിഡ് 3n. 4 സെറ്റ്സ് ആണെങ്കിൽ ടെട്രാപ്ലോയിഡ് 4n. അപ്പം ടെട്രാപ്ലോയിഡ് അതൊന്നും നിങ്ങൾ ഓർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ സെറ്റ്, ഇത് സെറ്റ് ആണെന്നും ഈ നമ്പർ എത്ര നമ്പർ ഉണ്ട്, എത്ര സെറ്റ് ഉണ്ടെന്നുള്ളത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇനി മൈറ്റോസിസ് ആണ് നടക്കുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള 2 സെറ്റ്, ഇപ്പം നിങ്ങൾക്ക് 2 സെറ്റ് ഉണ്ടല്ലോ ഇല്ലേ? നിങ്ങളൊക്കെ എന്താ? ഡിപ്ലോയിഡ് ആണ്. നിങ്ങളുടെ ബോഡിയിലത്തെ എല്ലാ സെൽസും ഡിപ്ലോയിഡ് ആണ് അല്ലേ? ആണോ? എക്സെപ്റ്റ് ഗാമീറ്റ്സ് എല്ലാ സെൽസും എന്താണ്? ഡിപ്ലോയിഡ് ആണ്. അപ്പം ഈ ഡിപ്ലോയിഡ് എന്ന് പറയുമ്പം എനിക്ക് ആരുടെയൊക്കെ സൈഡിൽ നിന്നാണ്? 2 സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഫാദറിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു സെറ്റ് ഓഫ് ക്രോമസോം ഉണ്ടാവും, മദറിൻ്റെ സൈഡിൽ നിന്നുള്ള അടുത്തൊരു സെറ്റ് ഓഫ് ക്രോമസോം ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയല്ലേ എനിക്ക് 2 സെറ്റ് കിട്ടുന്നത്. 2 സെറ്റ് ഓഫ് ക്രോമസോം ഉണ്ടാവും. ഇനി ഇമാജിൻ ഈ ഗാമെറ്റ്സ് 2n ആണെന്ന് വിചാരിക്കുക. അതായത് ഗാമെറ്റ്സിൽ എന്ത് നടന്നില്ല? മിയോസിസ് നടന്നില്ല. സ്റ്റിൽ മൈറ്റോസിസ് വഴിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ഫാദറിന്റെ ഗാമേറ്റ് 2n, മദറിന്റെ ഗാമേറ്റ് 2n. ഇവര് കമ്പൈൻ ചെയ്താൽ എനിക്ക് കിട്ടുന്ന കുട്ടിയുടെ പ്ലോയിഡി 4n. 4 സെറ്റ് ഓഫ് ക്രോമസോം ഉണ്ടാവും. ഇനി ഈ കുട്ടിയുടെ ഗാമേറ്റ് അപ്പം എന്തായിരിക്കും? 4n അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഫംഗസിന്റെ ഒരു കേസും കൂടെ നമ്മൾ പറയും അത് പഠിപ്പിക്കുന്ന സമയത്ത്. ഇതേ കാര്യം നിങ്ങൾ എവിടെയും പഠിക്കുന്നുണ്ട്. പ്ലാന്റ്സിന്റെ റീപ്രൊഡക്ഷൻ പഠിക്കുമ്പോഴും അവിടെയും ഗാമറ്റിന്റെ ഫോർമേഷന് ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? മിയോസിസ് നടക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഈ ടേംസ് നിങ്ങൾ കേൾക്കും. ഏതൊക്കെ ടേംസ്? പ്ലോയിഡി,
ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്. ഓക്കെ, മിയോസിസ് ആൻഡ് മൈറ്റോസിസ്. ഈ ടേംസ് നിങ്ങൾ ഇനി റെഗുലർ ആയിട്ട് പല പല ചാപ്റ്റേഴ്സിലായിട്ട് കേൾക്കും. അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരിക്കുക. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട്? മിയോസിസ്, മൈറ്റോസിസ്, പ്ലോയിഡി ഓക്കെ ആണ്? ക്ലിയർ ആണ്? യെസ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ എവിടെ പഠിക്കുക? സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിൽ പഠിക്കാം. ഇനി അടുത്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ? വെരി ഗുഡ്. ഫിസിയോളജി ചാപ്റ്റേഴ്സ് ആണല്ലേ? ഫിസിയോളജി ആരുടെ ഫിസിയോളജിയാണ്? ഫസ്റ്റ് പ്ലാന്റ്സിന്റെ ഫിസിയോളജി. പ്ലാന്റ് ഫിസിയോളജിയാണ്. അതിൽ ആദ്യം നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റർ ഫോട്ടോ സിന്തസിസ്. എന്താ ഫോട്ടോ സിന്തസിസ് എന്ന് പറഞ്ഞാൽ? ഒച്ചത്തിൽ പറഞ്ഞോ. ലൈറ്റിന്റെ പ്രസൻസിൽ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ്, സിന്തസിസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ആണ്. എന്തിന്റെ പ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്? ലൈറ്റിന്റെ പ്രസൻസിൽ ഫുഡിന്റെ പ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. ഫുഡ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് ആണ് പ്രൊഡ്യൂസ് ആവുന്നത്. ഗ്ലൂക്കോസിനെ പിന്നെ നമ്മൾ എന്താക്കി വെക്കും? സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ബേസിക് കാര്യമാണല്ലോ അല്ലേ? ഫോട്ടോസിന്തസിസ് നമുക്ക് നടത്താൻ പറ്റുമോ? നമ്മളുടെ ബോഡിയിൽ നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഓർഗാനിസത്തിനെ നമ്മൾ എന്താ വിളിക്കുക? ഓട്ടോട്രോഫിക്. ഓട്ടോ എന്ന് പറഞ്ഞാൽ സെൽഫ്. ഓക്കെ, ഓട്ടോ എന്ന് പറഞ്ഞാൽ സെൽഫ്, ട്രോഫിക് എന്ന് പറഞ്ഞാൽ ഫുഡാണ്, ന്യൂട്രീഷൻ ആണ്. ഓക്കെ, അപ്പം സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? ഓട്ടോട്രോഫിക്. നമ്മളൊക്കെ എന്താ? ഹെട്രോട്രോഫിക്. ഹെട്രോട്രോഫിക്കിൽ നമ്മൾ ആരാ? ഹെട്രോട്രോഫിക്കില് സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, കാർണിവോറസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഹെർബിവോസ് ഉണ്ട്. നമ്മളാരാ? ഓംനിവോസ് ആണ് കേട്ടോ നമ്മൾ. ഓക്കെ, രണ്ടും കഴിക്കും അല്ലേ? ആനിമൽസിനെയും കഴിക്കും, പ്ലാന്റ്സിനെയും കഴിക്കും. ഇതൊക്കെ ബേസിക് കാര്യമാണ്. പക്ഷെ നിങ്ങൾ മറന്നതല്ല, നിങ്ങൾക്ക് ആ കണക്ഷൻ കിട്ടാത്തതാണ് അല്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത പ്രശ്നമല്ലേ? ഓക്കെ, അത് ഈ പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. നിങ്ങളെല്ലാം എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ പഠിച്ച് പോയി എന്നല്ലാതെ അവിടെ വരുന്ന കാര്യങ്ങളൊന്നും ആലോചിച്ചില്ല. കണക്ഷൻസ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്, ഈ ഒരു ഫ്ലോയുടെ പ്രശ്നം വരുന്നത് കേട്ടോ. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ പ്ലാന്റ് ഫിസിയോളജിയിലാണ്. ഫിസിയോളജി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇന്റേണൽ ഏതെങ്കിലും ഒരു നമ്മൾ ചെയ്യുന്ന ഒരു ഫങ്ഷൻ, ഇപ്പം ബ്രീത്തിങ് ആകാം, അല്ലെങ്കിൽ സർക്കുലേഷൻ ആകാം, പ്ലാന്റ്സിന്റെ കേസിൽ ഫോട്ടോസിന്തസിസ് ആവാം, റെസ്പിറേഷൻ ആവാം. ഈ ഒരു ഫങ്ഷന്റെ പുറകിലുള്ള ഡീറ്റെയിൽസ് പഠിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷന് വേണ്ടി സഹായിക്കുന്ന മെത്തേഡ്സും മെക്കാനിസവും പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിസിയോളജി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മൾ ഹ്യൂമന്റെ കേസിൽ നമ്മൾ ഫിസിയോളജി പറയുമ്പോൾ ബ്രീത്തിങ് വരും, ഡൈജഷൻ വരും, സർക്കുലേഷൻ വരും, എക്സ്ക്രീഷൻ വരും അല്ലേ? ഇതൊക്കെ വരും. നെർവ് ഇമ്പൾസിന്റെ കണ്ടക്ഷൻ വരും. ക്ലിയർ ആണോ? യെസ്. അപ്പൊ അതേപോലെ തന്നെ പ്ലാന്റ്സിൽ വരുന്ന അടുത്ത സെക്ഷനാണ് ഏത്? റെസ്പിറേഷൻ. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. റെസ്പിറേഷൻ, ഫോട്ടോസിന്തസിസ് നിങ്ങൾക്ക് എളുപ്പമുള്ള ചാപ്റ്റർ ആണോ? നിങ്ങൾ പഠിച്ച ആൾക്കാരോട് ചോദിക്കുകയാണേ. ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എളുപ്പമായിരുന്നു. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസ് ആണ് ജനറലി നമ്മളിതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് പറയാറ്. റെസ്പിറേഷനോ എളുപ്പമായിരുന്നോ? ടഫായിരുന്നു. ഫോട്ടോസിന്തസിസോ ടഫായിരുന്നു. ഓക്കെ, ജനറലി ഈ രണ്ട് ചാപ്റ്ററാണ് നമ്മൾ പ്ലാന്റ് ഫിസിയോളജിയിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് പറയാറുള്ളത്. പക്ഷെ രണ്ടും നമുക്ക്, ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ട പ്രശ്നം വരുന്നില്ല. വൺസ് കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് റിമെമ്പർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിനെപ്പറ്റി പേടിക്കേണ്ട. ഈ രണ്ട് ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യും? നമ്മൾ കോൺസെപ്ഷ്യലി ആണ് ക്ലിയർ ചെയ്യുക. ഇതിൽ എന്തെങ്കിലും മെമ്മറൈസ് ചെയ്യാനുണ്ടോ? മെമ്മറൈസ് ചെയ്യാൻ ഒന്നുമില്ല. രണ്ടും കംപ്ലീറ്റ്ലി കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടി വരും. പ്ലാന്റ് ഗ്രോത്ത്
പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ ഹോർമോൺസ് ആണ് പഠിക്കുക. ഇനിയിപ്പം ഓക്സിൻ, സൈറ്റോകൈനിൻ, ജിബെർലിൻ, എഥിലീൻ, ആബ്സിസിക് ആസിഡ്, ഇങ്ങനെയുള്ള ഹോർമോൺസ് കേട്ടിട്ടുണ്ടോ? ആബ്സിസിക് ആസിഡ് 10 കേട്ടിട്ടുണ്ട്. ഓക്സിൻ ഇല്ല, ഓർമ്മയില്ല. ഓക്കെ, അപ്പം ഈ ഹോർമോൺസിന്റെ ഫങ്ഷൻസ് ആണ് പഠിക്കുക. അപ്പൊ ഇവിടെ ഫങ്ഷൻസ് ആണ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട് വരിക. അത് തന്നെ കുറേയൊക്കെ നമ്മൾ റിലേറ്റബിൾ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മെമ്മറിയിൽ നിൽക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ചാപ്റ്റർ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു മെമ്മറി ബേസ്ഡ് ആയിട്ട് വരുന്നത്. ബാക്കി 2 ചാപ്റ്ററും എൻറ്റയർലി കോൺസെപ്ഷ്യൽ ആണ്. ഓക്കെ അല്ലേ? ഇതാണ് ഫിസിയോളജിയിൽ നിങ്ങൾ പഠിക്കുക. ഏത് ഫിസിയോളജി? പ്ലാന്റ് ഫിസിയോളജി. അടുത്തത് ഫിസിയോളജി തന്നെ, പക്ഷേ ഹ്യൂമൻ ഫിസിയോളജിയാണ് കേട്ടോ. ഹ്യൂമൻ ഫിസിയോളജി. ഇനി ഹ്യൂമൻ ഫിസിയോളജിയിൽ നിങ്ങൾ ആദ്യം പഠിക്കുക ബ്രീത്തിങ്, അല്ലെ? ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ് ബ്രീത്തിങ്. എന്താ ഈ ചാപ്റ്ററിൽ പഠിക്കുക? ബ്രീത്തിങ്. ഇൻസ്പിരേഷൻ, എക്സ്പിരേഷൻ, ലങ്ങിന്റെ സ്ട്രക്ചർ, എയർ പോകുന്ന പാത്വേ, അല്ലേ? പിന്നെ കപ്പാസിറ്റീസ്, വോളിയംസ്, ഡിസോർഡേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യുക. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നെക്സ്റ്റ്, വൺസ് ബ്രീത്തിങ് കഴിഞ്ഞാൽ പിന്നെ അത് സർക്കുലേറ്റ് ചെയ്യണം, അല്ലേ? സർക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ആണ് അടുത്ത ചാപ്റ്റർ വരുന്നത്. ബോഡി ഫ്ലൂയിഡിൽ നിങ്ങൾ പഠിക്കുക ബ്ലഡ്, ലിംഫ് ആൻഡ് ബ്ലഡിന്റെ എന്താ പ്ലാസ്മ? ബ്ലഡിന്റെ പാർട്ടല്ലേ പ്ലാസ്മ. അത് സെപ്പറേറ്റ് ആയിട്ട് പറയണ്ട. ബ്ലഡ് ആൻഡ് ലിംഫ് ആണ് കാര്യമായിട്ട് ഫ്ലോയിങ് ഫ്ലൂയിഡ്സ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്നത് സർക്കുലേഷൻ, ഹാർട്ടിന്റെ പമ്പിങ് പഠിക്കും. ഹാർട്ട്, ബ്ലഡ് ആൻഡ് ബ്ലഡ് വെസൽസ്, ഇതാണ് ആക്ച്വലി ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുക. അതിൻ്റെ ഡിസോർഡേഴ്സും പഠിക്കും. ഡിസോർഡേഴ്സിൽ കുറേ ഡിസോർഡേഴ്സ് വരുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, ഇത്രയും കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുക. മൂന്നാമത്തെ ചാപ്റ്റർ എക്സ്ക്രീഷൻ. എക്സ്ക്രീഷൻ ഉണ്ട്. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് വരുന്നുണ്ട്, അല്ലേ? ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റിൽ എന്താ പഠിക്കുക? മസ്കുലാർ സിസ്റ്റം ആൻഡ് സ്കെലിറ്റൽ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കും. നാലാമത്തത് എക്സ്ക്രീഷൻ. ഓക്കെ, എക്സ്ക്രീഷൻ ആണ്. എക്സ്ക്രീഷൻ, അല്ലേ? എക്സ്ക്രീഷൻ നിങ്ങൾ പഠിക്കും. എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ്, എക്സ്ക്രീഷൻ ആൻഡ് എലിമിനേഷൻ ഓഫ് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എൻറ്റയർ ആയിട്ട് പഠിക്കുക കിഡ്നി റിലേറ്റഡ് ഡിസോർഡേഴ്സ്. ഓക്കെ, അടുത്തത് 6 ചാപ്റ്റർ ഉണ്ട്. ന്യൂറൽ, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ബ്രെയിനിനെ പറ്റിയിട്ടാണ് പഠിക്കുക. ശരിക്കും നിങ്ങൾക്ക് ഐ, ഇയർ ആൻഡ് നോസ് ഉണ്ടായിരുന്നു, അത് ഡിലീറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ബ്രെയിനിനെ പറ്റിയിട്ടും പിന്നെ ന്യൂറോണിൽ നടക്കുന്ന ജനറേഷൻ, കണ്ടക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ആണ് കാര്യമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അഗൈൻ ഇതൊരു ഈസി ചാപ്റ്റർ ആണ്. അടുത്തത് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കുക? എൻഡോക്രൈൻ ഗ്ലാൻസിനെ പറ്റിയിട്ടാണ് പഠിക്കുക. ഇനി ഈ എൻറ്റയർ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ഈ എൻറ്റയർ യൂണിറ്റിൽ നിങ്ങളിപ്പം എഴുതാൻ പോകുന്ന എക്സാമിന് നിങ്ങൾ പേപ്പർ ഇടുകയാണെന്ന് വിചാരിക്കുക. ഈ യൂണിറ്റുകളിലൊക്കെയുള്ള ഏത് ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക പേപ്പർ ഇടാൻ? അല്ല, ഒരു ചാപ്റ്റർ അല്ല ഞാൻ ചോദിച്ചത്. ഈ യൂണിറ്റുകളിൽ ഒരു സ്പെസിഫിക് ഏരിയ ഉണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഡിസോർഡർ, വെരി ഗുഡ്. എന്താണ്? മെക്കാനിസംസ് ആണ്, അല്ലേ? മെക്കാനിസം എന്താ? എല്ലാം ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, മെക്കാനിസം വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രീത്തിങ്ങിൽ എന്ത് ചോദിക്കുന്നുണ്ട്? ബ്രീത്തിങ് മെക്കാനിസം ചോദിക്കുന്നുണ്ട്. രണ്ടാമത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിൽ കാർഡിയാക് സൈക്കിൾ വരുന്നൊരു ഭാഗമുണ്ട്. ഇനി ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് ആണെങ്കിൽ മസിൽ കോൺട്രാക്ഷന്റെ മെക്കാനിസം പഠിക്കാനുണ്ട്. എക്സ്ക്രീഷൻ ആണെങ്കിൽ കൗണ്ടർ കറന്റ് മെക്കാനിസം പഠിക്കാനുണ്ട്. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ
ഏത് ഭാഗമാണ്? ജനറേഷൻ, കണ്ടക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ആണ് ഇമ്പോർട്ടൻ്റ്. പിന്നെ കെമിക്കൽ കോർഡിനേഷൻ നമ്മൾ പറയുന്ന സമയത്ത് അതിൽ ലാസ്റ്റ് ഒരു ഭാഗത്ത് ഒരു ഹോർമോൺ ഫീഡ്ബാക്ക് മെക്കാനിസം വരുന്നുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിസം. ഈ മെക്കാനിസം ഒക്കെ എന്താണ്? കോൺസെപ്ഷ്യൽ ആണ്. ഇതിലൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം എന്താ? കോൺസെപ്ഷ്യൽ ആണ്. കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി ഡിസോർഡേഴ്സ് ഉണ്ട്. ഡിസോർഡേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. അത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി ഈ പറഞ്ഞിരിക്കുന്ന യൂണിറ്റുകളിൽ ഞാൻ പറഞ്ഞു ആദ്യത്തെ യൂണിറ്റ് നിങ്ങൾക്ക് +1 ആണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് അല്ലേ? ഇപ്പോൾ +1 ആദ്യത്തെ യൂണിറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ യൂണിറ്റിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ലേശൊരു എഫേർട്ട് ഇട്ടിട്ട് കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഭാഗം എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി എന്താണ്? മോർഫോളജി ആണെങ്കിലും എനാറ്റമി ആൻഡ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആണെങ്കിലും ഒക്കെ കോൺസെപ്ഷ്യൽ ചാപ്റ്റർ ആണ്. എക്സെപ്റ്റ് മോർഫോളജിയിൽ കുറച്ച് എക്സാമ്പിൾസ് അവിടെ ഇവിടെ പറയുന്നുണ്ട്. മോർഫോളജി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പഴയ ടെക്സ്റ്റ് പഠിക്കരുത്. ഒരുപാട് അഡീഷണൽ ഉണ്ട്. പുതിയ ടെക്സ്റ്റ് തന്നെ ഫോളോ ചെയ്യുക. പുതിയ ടെക്സ്റ്റിൽ കുറേ സിലബസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ പുതിയ ടെക്സ്റ്റ് ഉള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ അവർ എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ട് ചോദിക്കുക എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് ചോദിക്കുക. ഇപ്പോൾ മോർഫോളജി എൻ്റയർ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ പ്ലാസൻറ്റേഷൻ ഒരുപാട് ടേംസ് ഉണ്ടല്ലേ, എസ്റ്റിവേഷൻ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ ഇന്ന ഫീച്ചേഴ്സ് ഉള്ള ആളേതാണ്. അപ്പം എല്ലാത്തിലും നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം? എല്ലാത്തിലും ഇത് എവിടെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ? അപ്പോൾ കുറച്ച് അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇനി ഈ പറഞ്ഞിരിക്കുന്ന മോർഫോളജി, അനാറ്റമി, പ്ലാൻ കിങ്ഡം ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ഭാഗത്തുനിന്ന് വരാം. ഓക്കെ, അപ്പോൾ ആ 3 യൂണിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഏകദേശം ഫസ്റ്റ് യൂണിറ്റുമായിട്ട് കമ്പാരബിൾ ആണ്. അടുത്തത് നോക്കുക, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫും ബയോമോളിക്യൂൾ, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ വെരി ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് എൻസൈം ആക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട് ബയോമോളിക്യൂൾസിൽ. അത് അപ്ലിക്കേഷൻ ലെവലാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്ലൈ ചെയ്യേണ്ട റീജിയൻ ആണ്. നിങ്ങൾ അവിടെ ഒരു മെക്കാനിസം പോലെ പഠിക്കുന്നുണ്ട്. എൻസൈം ആക്ഷൻ എന്ന് പറയുന്നത് മെക്കാനിസമാണ്. ആ മെക്കാനിസത്തിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. വാല്യൂസ്, KM വാല്യൂ, സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആണ് ആക്ച്വലി KM വാല്യൂ, Vmax, ഹാഫ് Vmax, ഇങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. ആക്ടിവേഷൻ എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് CS പേടിക്കണ്ട, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും. അത് ബയോമോളിക്യൂൾസിൽ വരുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കെമിസ്ട്രിയിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ പ്രശ്നം വരില്ല. ഓക്കെ, യെസ്. ആൻഡ് ഈ യൂണിറ്റ് കമ്പാരിറ്റീവ്ലി എന്താണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് ഫിസിയോളജി യൂണിറ്റ്. ഫിസിയോളജി യൂണിറ്റിൽ നിന്ന് ക്ലബ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സിംഗിൾ ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫോട്ടോസിന്തസിസ് എന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിയോളജി അഗൈൻ ഞാൻ പറഞ്ഞു ഏതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം പഠിച്ച, ഞാൻ പറയുകയാണ് ഒന്നും കൂടെ എടുത്ത് പറയുകയാണെങ്കിൽ, പഠിച്ച മെത്തേഡിലല്ല വീണ്ടും എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. ചെറിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? മെമ്മറൈസ് ചെയ്യല്ല വേണ്ടത്, കോൺസെപ്റ്റിൽ ക്ലാരിറ്റി വരുത്തിയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോഴേ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് +2 ആണ്. +2 ഫസ്റ്റ് ചാപ്റ്റർ. +1 ഇത്രയേ ഉള്ളൂ. ഇനി +1-നെക്കാളും ശരിക്കും നമ്മൾ പറയുമ്പം സിലബസ് കൂടുതൽ +1-നാണ്. പക്ഷെ +2 ആണ് നിങ്ങളുടെ എക്സാമിൽ ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് എല്ലാം +2 ചാപ്റ്റേഴ്സിലാണ് വരുന്നത്. ആദ്യത്തെ ചാപ്റ്റർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഓക്കെ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, റീപ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ആദ്യത്തെ യൂണിറ്റ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഇതേപോലെ ഒരുപാട് മിയോസിസ്, മൈറ്റോസിസ് ഇങ്ങനെയുള്ള ടേംസ് ഉണ്ടാവും. പ്ലോയിഡ് നമ്മൾ പറയും അല്ലേ, ട്രിപ്ലോയിഡ് കണ്ടീഷനും ഒക്കെ വരുന്നുണ്ട്. കുറേ ടേംസ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. പക്ഷെ കുറേ ഈസി ആയിട്ടുള്ള ഭാഗമുണ്ട്. ഫോർ എക്സാമ്പിൾ പോളിനേഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള പോളിനേഷൻ അറിയില്ലേ? പോളിനേഷൻ അറിയാലോ അല്ലേ? പോളിനേഷനിൽ തന്നെ സെൽഫ് പോളിനേഷൻ ഉണ്ട്, ക്രോസ് പോളിനേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുക. എനിക്കൊന്നും അതൊന്നും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഈ ഒരു ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി ഈസിയസ്റ്റ് ചാപ്റ്റർ ആണ്. അതിൽ അവസാനത്തെ 1-2 ഭാഗമുണ്ട്. എപ്പോമിക്സിസ് അല്ലേ, അതല്ലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കുറച്ചെങ്കിലും പോളി എംബ്രിയോണി നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ യൂസ് ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഓക്കെ, എന്തിനാണ് അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫാർമർ എപ്പോമിക്റ്റിക് സീഡ്സ് ഉപയോഗിക്കുന്നത് എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോൾ എന്താണ് എപ്പോമിക്സിസ് എന്ന്, അതാ ഞാൻ പറഞ്ഞത്, എന്താണ് എപ്പോമിക്സിസ് എന്നുള്ളതല്ല പഠിക്കേണ്ടത്, അതിൻ്റെ ഉപയോഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്
പഠിക്കേണ്ടത്. അത് അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പ്രീവിയസ് ഇയറിൽ. ഓക്കെ, അപ്പം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈസി ആയിട്ട് പഠിച്ചു പോവാം, കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പോയാൽ മതി. അടുത്തത് ഹ്യൂമൻ. അതെ, ഫിസിയോളജി പാർട്ടിൽ ഇനി ബാക്കി ഉണ്ടായിരുന്നത് എന്ത് മാത്രമായിരുന്നു? റീപ്രൊഡക്ഷൻ യൂണിറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പ്ലാന്റ്സിന്റെ കേസ് ആണെങ്കിലും അതേപോലെ തന്നെ ഹ്യൂമൻസിന്റെ കേസ് ആണെങ്കിലും. അപ്പം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ് നെക്സ്റ്റ് ചാപ്റ്റർ. അഗൈൻ കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഉണ്ടായാൽ മതി. ഒരുപാട് പ്ലോയിഡി കാര്യങ്ങൾ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രൈമറി ഗ്യാമറ്റോസൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പെർമാറ്റോസൈറ്റും ആകാം അല്ലെങ്കിൽ ഊസൈറ്റും ആവാം. ഇതിന്റെ പ്ലോയിഡി എത്രയാണ്? സെക്കൻഡറി ഗ്യാമറ്റോസൈറ്റിന്റെ പ്ലോയിഡി എന്താണ്? ഇങ്ങനെയുള്ള പ്ലോയിഡി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി അല്ല വരിക. നിങ്ങൾക്ക് എന്ത് ചെയ്യും? നമ്പേഴ്സ് തരും. നമ്പേഴ്സ് തന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, എത്ര ഗ്യാമറ്റ്സിനെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇത്രയാണ് ഊഗോണിയ എന്ന് വെച്ചാൽ എത്ര ഊസൈറ്റ് ഉണ്ടായിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ആ പ്ലോയിഡി, ആ ഒരു ഫ്ലോ അറിഞ്ഞാൽ മാത്രമേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളോട് ഇപ്പം 50 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായിരുന്നു, എത്ര സ്പേംസ് ഫോം ചെയ്തിട്ടുണ്ടാകും. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയായിരിക്കില്ല ക്വസ്റ്റ്യൻസ് വരിക. അപ്പം നിങ്ങൾക്ക് ആ നമ്പേഴ്സ് കറക്റ്റ് ആണ്, പ്ലോയിഡി കറക്റ്റ് അറിയണം, നമ്പേഴ്സ് കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം, എന്ത് അവിടെ അപ്ലൈ ചെയ്താലാണ് അത് കിട്ടുക എന്നുള്ളത് അറിയണം. എന്താ ആൻസർ വരിക ഇപ്പം അങ്ങനെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ? വെരി ഗുഡ്. എത്രയാണ് വരിക? 50 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ഞാൻ പ്ലോയിഡിങ് കൂടെ പറയാം, അപ്പൊ CS കാർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആണ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന്റെ പ്ലോയിഡ് എന്താ? എന്താ പ്ലോയിഡി? പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന്റെ പ്ലോയിഡി എന്താ? ഹാപ്ലോയിഡ് ഓർ ഡിപ്ലോയിഡ്? ഡിപ്ലോയിഡ് ആണ് കേട്ടോ, ഡിപ്ലോയിഡ് ആണ്. ഇനി സ്പേമോ? ഹാപ്ലോയിഡ് ആണ്. അപ്പൊ 50 എത്ര എണ്ണത്തിന് ഫോം ചെയ്യും? എന്താ ചെയ്യേണ്ടി വരിക? 50 × 4 അതല്ലേ ചെയ്യേണ്ടി വരിക അല്ലേ? ഒരു സെല്ല് 4 ആകുന്നു. അങ്ങനെ 50 സെൽസ് എന്താകും? 50 × 4. ഓക്കെ, 200 സ്പേംസ് പ്രൊഡ്യൂസ് ആകും. ഇനി ഇതേ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ ഞാൻ ഊഗോണിയുടെ കേസിൽ ചോദിക്കുകയാണെങ്കിൽ, അതായത് പ്രൈമറി ഊസൈറ്റ് ഇത്ര ഉണ്ടായിരുന്നു, എത്ര ഓവം പ്രൊഡ്യൂസായി? 50 അല്ലേ? ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് നീറ്റിന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇങ്ങനെയല്ല വരിക, ഇതിൻ്റെ ഹയർ ലെവൽ. ഇത് തിരിച്ച് റിവേഴ്സ് ഒക്കെ ആയിട്ട് ചോദിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഡയറക്റ്റ് ആ ഒരു ഫ്ലോ ചാർട്ടിലുള്ള പോലെ പറഞ്ഞു. ഇതിൻ്റെ റിവേഴ്സ് ചോദിക്കാം. നിങ്ങൾക്ക് ഓൾറെഡി എന്ത് തരാം? ഇത്രയും അധികവും അവർ ഈ ഒരു സെക്ഷൻ എടുക്കില്ല സ്പേമിൻ്റെ, കാരണം ഡയറക്റ്റ് ഡിവിഷനാണ്. പിടിക്കുക എവിടെയായിരിക്കും? ഊസൈറ്റിൻ്റെ ഭാഗമായിരിക്കും നോക്കുക, ചോദിക്കുക. ആ ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഓവം ഇത്രയുണ്ട്, എത്ര? നേരെ റിവേഴ്സ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്പർ ബേസ്ഡ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വരും. പിന്നെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. ഈ ചാപ്റ്റർ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് പഠിച്ചു പോയാൽ മതി കേട്ടോ. അല്ലാതെ ഈ ചാപ്റ്ററിന് മാത്രം അങ്ങനെ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കുറവാണ്. അതായത് റിപ്പീറ്റേഷൻ, ഇയർ ബൈ ഇയർ റിപ്പീറ്റേഷൻസ് കമ്പാരിറ്റീവ്ലി എന്തായിരുന്നു? കുറവാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ചാപ്റ്ററിൻ്റെ കമ്പാരിറ്റീവ്ലി. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂണിറ്റ്, അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ അല്ലേ? ഇവിടെ എന്താ നമ്മൾ പഠിക്കുന്നത്? ജെനറ്റിക്സിന്റെ ബേസിക്സ് ആണ് പഠിക്കുന്നത്. ഇനി ഈ ചാപ്റ്റർ എൻറ്റയർ ബുക്ക് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഹൈ വെയിറ്റേജ് ഉള്ള 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, 2 മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ആൻഡ് 3 ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ഈ 3 ചാപ്റ്റർ ഒരു തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്കിപ്പ് ചെയ്യാനും ഒന്നും പറ്റില്ല. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് പോകേണ്ട ചാപ്റ്റേഴ്സ് ആണ്. ഇനി പ്രിൻസിപ്പിൾസിൽ നമ്മൾ പഠിക്കുന്ന ബേസിക്സ് എന്തൊക്കെയായിരിക്കും ചാപ്റ്ററിൽ വരുന്നത്? നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ അല്ലേ CS കാർ
അല്ലേ? ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ മെന്റലിന്റെ ലോസ് എന്തൊക്കെയാന്നുള്ളത്? എന്തൊക്കെയായിരുന്നു? പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ചോദിച്ചേ. എന്താ അറിയില്ല. വെരി ഗുഡ്. ലോ ഓഫ് സെഗ്രിഗേഷൻ എന്താണെന്നൊന്നും പറയണ്ട, ജസ്റ്റ് അത് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, ഇങ്ങനെ കുറേ ലോസ് പഠിക്കാനുണ്ട്. ആൻഡ് ഫാദർ ഓഫ് ജെനറ്റിക്സ് ആണ് ആര്? ഗ്രെഗർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നിങ്ങൾ ആദ്യം പഠിക്കുക മെൻഡലിന്റെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ. മെൻഡൽ കഴിഞ്ഞിട്ട് പ്ലാന്റിലാണ് മെൻഡൽ എക്സ്പെരിമെന്റ് നടത്തിയത്, അല്ലേ? ആനിമലിൽ ഡ്രോസോഫിലയിൽ എക്സ്പെരിമെന്റ് നടന്നൊരു കാര്യമുണ്ട്, അല്ലേ? അത് നിങ്ങൾ പഠിക്കും. മോർഗന്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതും കൂടെ പഠിക്കും. അതും കൂടെ കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾ 2 പുതിയ കോൺസെപ്റ്റ് പഠിക്കും. റീകോമ്പിനേഷൻ, അല്ലേ? നമ്മൾ സെൽ ഡിവിഷനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, റീകോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ നടന്നത് എവിടെയാണ്? മോർഗന്റെ എക്സ്പെരിമെന്റിൽ നമുക്ക് ആ റീകോമ്പിനേഷന്റെ റേഷ്യോയിൽ ചേഞ്ച് വരുന്നത് കാണാൻ പറ്റി. ഓക്കെ, അപ്പൊ റീകോമ്പിനേഷന്റെ റേഷ്യോയിൽ ചേഞ്ച് വന്നപ്പം മനസ്സിലായി ചില ജീൻസ് എന്താണ് തമ്മിൽ ഇങ്ങനെ ലിങ്ക്ഡ് ആണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ പഠിക്കുന്നുണ്ട്. ജീൻ എന്താണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, അല്ലേ? ജീൻ എന്താണ്? എന്താ ജീൻ? ജീൻ എന്താ? ജീനും DNA ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താ? ആൻസിസ്റ്റർ ഇല്ല, ഒരു സാധാ DNA-യും ഒരു ജീനും, ഏതോ ഒരു ജീനും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താ? യെസ്, വെരി ഗുഡ്. DNA-യിലുള്ള ഒരു കോഡിംഗ് റീജിയൻ, അല്ലേ? ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ റീജിയനെ നമ്മൾ വിളിക്കുന്ന എന്താണ്? ജീൻ എന്നാണ്, അല്ലെ? ഈ ജീനാണ് പിന്നീട് എന്തായിട്ട് മാറുക? RNA ആയിട്ട് മാറും. RNA പിന്നീട് പ്രോട്ടീൻ ആയിട്ട് വരുമ്പോഴാണത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ബോഡിയിൽ എക്സ്പ്രസ്ഡ് ആകുന്നത്, അല്ലെ? എല്ലാ കാര്യവും നിങ്ങളുടെ സ്കിൻ ടോൺ, ഹെയർ കളർ, നമ്മളുടെ കൃഷ്ണമണിയുടെ കളർ എല്ലാം ബേസിക്കലി കൺട്രോൾഡ് ആണ്. നിങ്ങളുടെ ഹൈറ്റ്, ഓക്കെ, നിങ്ങളുടെ ഹൈറ്റ്, നിങ്ങളുടെ ഒരു എക്സ്റ്റെൻഡ് വരെ നിങ്ങളുടെ വെയിറ്റ്, ഓക്കെ, ജനറ്റിക്കലി കൺട്രോൾഡ് ആണ്. ഇനി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ എല്ലാം എവിടെ കൺട്രോൾഡ് ആണ്? നിങ്ങളുടെ ജനറ്റിക് മേക്കപ്പിൽ ഓൾറെഡി ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ പ്രസന്റ് ആയിരിക്കും, അല്ലെ? അപ്പം ഇതെല്ലാം നമ്മൾ ജീൻ പഠിക്കുന്ന സമയത്ത് ജീൻ, അലീൽ ആൻഡ് ജീനിന്റെ ഡിസോർഡേഴ്സും പഠിക്കും. ജീനിൽ ചെറിയ വേരിയേഷൻ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒരാളിലൊക്കെ ചെറുതായിട്ട് ഒരു ജീനിൽ ഒരു വ്യത്യാസം വന്നാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? മ്യൂട്ടേഷൻ എന്ന് വിളിക്കും, അല്ലെ? ഈ മ്യൂട്ടേഷൻ കാരണം വരുന്ന ഡിസോർഡേഴ്സ് നമ്മൾ പഠിക്കും ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, പിന്നെ ക്രോമസോമിൽ വേരിയേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ക്രോമസോമിൽ ഡിസോർഡേഴ്സും നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് ക്രോമസോം അധികമാവുക അല്ലെങ്കിൽ ഒരു ക്രോമസോം അധികമാവുക, ഒരു 21st ക്രോമസോം ഒന്ന് അധികമായി കഴിഞ്ഞാൽ എന്തായി? ഡൗൺ സിൻഡ്രം, അല്ലേ? ഫിസിക്കലി മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും പിന്നെ ജനിക്കുന്നുണ്ടാവുക, ഡൗൺ സിൻഡ്രം എന്ന് പറയുമ്പോൾ, അല്ലേ? അപ്പം ഇങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് പഠിക്കുന്നുണ്ട്. പിന്നെ പെഡിഗ്രി വരുന്നുണ്ട്. പെഡിഗ്രി എന്ന് പറഞ്ഞാൽ ഫാമിലി റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഫാമിലി ത്രൂ ഒരു ഡിസീസ് സ്പ്രെഡ് ആകുന്നത് എന്നുള്ളത് കാണിക്കുന്നതാണ് ബേസിക്കലി എന്ത്? പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്, അല്ലേ? പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം പെഡിഗ്രി അനാലിസിസ് നിങ്ങൾ പഠിക്കും. പിന്നെ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരിക. ഇതെല്ലാം ബേസിക്സ് ആണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ്. ഈ ഒരു പ്രിൻസിപ്പിൾസിന്റെ മുകളിലോട്ടാണ് പിന്നെ എന്ത് ചെയ്യുക? ജെനറ്റിക്സിന്റെ സ്റ്റഡീസ് പോകുക. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങളുടെ ബേസ് ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങളിവിടെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരാളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. എന്താ? ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് ഇതിലുള്ള ഒരാളെ പറ്റിയിട്ട്, ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ് നിങ്ങളിവിടെ പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ആരെയാണ്? ന്യൂക്ലിക് ആസിഡിനെയാണ് പഠിക്കുന്നത്. ന്യൂക്ലിക് ആസിഡിൽ RNA ഉണ്ട്, DNA ഉണ്ട്. ഇതിന് രണ്ടിനെയും പറ്റിയിട്ടായിരിക്കും നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുക. RNA സൈഡിലൂടെ ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്തിനെ പറ്റിയിട്ട് തന്നെയാണ്? ഒരു മെജോറിറ്റി ഓഫ് ദ ചാപ്റ്റർ എന്തിനെ പറ്റിയിട്ട് തന്നെയാണ്? DNA-നെ പറ്റിയിട്ടാണ് എൻറ്റയർ ചാപ്റ്റർ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഓക്കെ, അതാണ് മോളിക്യുലാർ. ഏത് മോളിക്യൂൾ? ബയോമോളിക്യൂൾസിലുള്ള
DNA കാര്യമാണ് നമ്മൾ പറയുന്നത്, ന്യൂക്ലിക് ആസിഡിന്റെ കാര്യമാണ് പറയുന്നത്. ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിന് കാരണക്കാരനായിട്ടുള്ള മോളിക്യൂൾ ആരാണ്? DNA ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ DNA പഠിക്കുന്നത്. ഇതിൽ നിങ്ങൾ DNA സ്ട്രക്ചർ പഠിക്കും, പിന്നെ പ്രോസസ്സസ് പഠിക്കും, അതായത് റെപ്ലിക്കേഷൻ പഠിക്കും അല്ലേ, റെപ്ലിക്കേഷൻ. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? DNA RNA ആയിട്ട് മാറുന്ന പ്രോസസ്സ് ഉണ്ട്. RNA വീണ്ടും പ്രോട്ടീൻ ആയിട്ട് മാറുന്ന, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ഇങ്ങനെ ഒരുപാട് പ്രോസസ്സസ് നിങ്ങളിവിടെ പഠിക്കും. ഇനി അത് കഴിഞ്ഞിട്ടാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം വരുന്നത്. എന്തൊക്കെയാ? ഇതൊക്കെ പ്രോസസ്സാണ്, ഒക്കെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, ഫാക്റ്റുകളാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യം ഇത് കഴിഞ്ഞിട്ട് വരും. വെരി ഗുഡ്. എന്താ? DNA ഫിംഗർ പ്രിന്റിങ് വരും. അതിന് തൊട്ട് മുന്നേ ആയിട്ട് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ഉണ്ട്. എത്ര വർഷം എടുത്തു ഹ്യൂമൻ ജീനോം സീക്വൻസ് ചെയ്യാനായിട്ട്? എത്ര? 13 വർഷം എടുത്തു അല്ലേ? 13 years എടുത്തു. എപ്പോഴത് സ്റ്റാർട്ട് ചെയ്തത്? 1990. ഓക്കെ, 1990 തൊട്ടിട്ട് 2003 വരെ റിസർച്ച് നടന്നു. കഴിഞ്ഞു. എന്തെങ്കിലും ഒരു പെൻഡിങ് ഉണ്ടായിരുന്നോ? എന്തായിരുന്നു പെൻഡിങ്? 13 yearsൽ നമ്മൾ എൻറ്റയർ ജീനോം സീക്വൻസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഉദ്ദേശിച്ച സമയം അത്. ഇത് നമ്മൾ പ്ലാൻ, ഇപ്പം നമ്മളൊരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്ലാൻ ഇടില്ലേ, ഇത്ര വർഷം കൊണ്ട് തീർക്കണം അല്ലെങ്കിൽ ഇത്ര മാസം കൊണ്ട് തീർക്കണം എന്നല്ല. അതുപോലെ ഒരു പ്ലാൻ ആയിരുന്നു 13 വർഷം. തീർന്നോ? പക്ഷേ 2006 ആണ് ഏറ്റവും അവസാനമായിട്ട് ക്രോമസോം 1ന്റെ സീക്വൻസിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ലാസ്റ്റ് സീക്വൻസിങ് കഴിഞ്ഞത് 2006 അപ്പോൾ ബേസിക്കലി അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇട്ട ടൈം പീരീഡ് എന്ന് പറയുന്നത് 13 years ആയിരുന്നു. പക്ഷെ 13 yearsൽ അത് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇനി ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് പറയുന്ന സമയത്ത്, ആ സമയത്ത് ഏകദേശം $9 billion ആണ് ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട പൈസ എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു നിമിഷം നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീനോം സീക്വൻസ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? പണ്ട് ഈ ഒരു പ്രൊജക്റ്റ് നടന്ന സമയത്ത് ഒരൊറ്റ ആളുടെ ജീനോം ആയിരുന്നോ നമ്മൾ സീക്വൻസ് ചെയ്തേ? അല്ല. വൈ? ഓരോ ആൾക്കാരുടെ ഓരോ ജീനോം, അതായിരുന്നോ മെയിൻ പ്രശ്നം? എന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ നിന്നിട്ട് ജീനോം സീക്വൻസിങ് നടത്തിയത്, ഒരു സിംഗിൾ ആളുടെ അല്ലാതെ? യെസ്, വെരി ഗുഡ്. ഒന്നാമത്തെ കാര്യം എന്താണ്? നമുക്ക് എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ ഒരു ലാബിൽ നമ്മളിത് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും അല്ലേ? 13 വർഷത്തിൽ പോലും എന്ത് ചെയ്യില്ല, കഴിയില്ല. അപ്പോൾ നമുക്ക് പല പല ലാബുകളിലായിട്ട് പല പല കൺട്രീസിൽ വെച്ചിട്ടാണ് എന്ത് നടന്നിട്ടുള്ളത്, സീക്വൻസിങ് നടന്നത്. ഇതെല്ലാം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം, അതായത് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി പ്ലസ് ബയോളജി ജോയിൻ ചെയ്യുന്ന ബ്രാഞ്ചാണ് ബയോ ഇൻഫർമാറ്റിക്സ്. അപ്പം ആ ഒരു ബ്രാഞ്ചും കൂടെ എസ്റ്റാബ്ലിഷ് ആയത് ഈ ഒരു ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് കാരണമാണ്. ഓക്കെ, അപ്പം ഈ ഒരു പ്രൊജക്റ്റ് കാരണം ഇത് എസ്റ്റാബ്ലിഷ് ആയി. ഇതിലോട്ട് നമ്മൾ എല്ലാ ഡാറ്റയും കൊടുത്തു. ഇവഞ്ച്വലി നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ജീനോം സീക്വൻസ് ചെയ്തു. ഇപ്പം അത്രയും സമയം എടുക്കുമോ ഹ്യൂമൻ ജീനോം സീക്വൻസിങ്ങിന്? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സീക്വൻസിങ് നടത്താം. ഇത്ര എമൗണ്ട് വരുമോ? ഇത്ര എമൗണ്ടും വരില്ല. ഓക്കെ, അറൗണ്ട് ഒരു 50,000 to 60,000 ഉള്ളിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എൻറ്റയർ ജീനോം സീക്വൻസ് ചെയ്യാം. ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ ഇങ്ങനെ സീക്വൻസ് ചെയ്തിട്ട്? വെരി ഗുഡ്. നിങ്ങൾക്ക് വരാനിരിക്കുന്ന അസുഖങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഐഡിയ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഷുഗർ റൺ ചെയ്യുന്ന ഒരു ഫാമിലി, ഷുഗർ എന്ന് പറഞ്ഞാൽ ഡയബറ്റിസ് മെലിറ്റസ്. ഓക്കെ, ഷുഗർ റൺ ചെയ്യുന്ന ഒരു ഫാമിലി ആണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജീനോം സീക്വൻസിങ് നടത്തിയാൽ മതി. ഓക്കെ, ഇനി ക്യാൻസർ റൺ ചെയ്യുന്ന ഒരു ഫാമിലി ആണെന്ന് വിചാരിക്കുക, ഹാർട്ട് അറ്റാക്ക് റൺ ചെയ്യുന്ന ഒരു ഫാമിലി ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കത് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സീക്വൻസിങ് ചെയ്താൽ മതി. പക്ഷെ ഇതൊരു കോമൺ ആയിട്ട് നമ്മൾ അധികം അതായത് നമ്മളിത് കേട്ട് ശീലവും ഇല്ല, ഇതിനെപ്പറ്റി അവയർനെസ്സും ഇല്ല, ആൻഡ് കുറച്ച് ഫെസിലിറ്റി റെസ്ട്രിക്ഷൻ കാരണമാണ് വളരെ കോമൺ ആയിട്ട് ഒരു ലാബ് ടെസ്റ്റ് പോലെ ഇപ്പോൾ ചെയ്യാത്തത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്യാനുള്ള സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഒരുപാട് ബ്രയാൻ ജോൺസൺ എന്നല്ലേ ആ ആളുടെ പേര്, ഒരു ഫിറ്റ്നസ് അല്ല, ഏജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അണ്ടർ വാട്ടറിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതായത് കംപ്ലീറ്റ്ലി അതായത് ആ ഒരു പേഴ്സൻ്റെ ഒക്കെ എൻറ്റയർ ജീനോം സീക്വൻസ് ചെയ്തിട്ട് വരാൻ സാധ്യതയുള്ളതും ഏജ് കുറയ്ക്കാനുള്ളതും ഒക്കെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റഡി ചെയ്തിട്ടാണ്
ഓരോ കാര്യം. ചില ആൾക്കാർക്ക് സൺലൈറ്റിൻ്റെ എഫക്റ്റ് മൈൽഡ് ആയിരിക്കും അല്ലേ, ടാൻ ഒന്നും അധികം വരില്ല. ചില ആൾക്കാരിൽ സൺലൈറ്റ് ഒരിത്തിരി നേരം വെയിലത്ത് വരുന്ന ചിലപ്പോൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് ടാൻ ആയിട്ട് വരും. അപ്പം ഓരോ ആൾക്കാരുടെ ജീനിൻ്റെ ഫങ്ഷനിങ്ങും എന്താണ്, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ കറൻ്റ്ലി ആ ഒരാൾ ഏജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യണം എന്നല്ല പറയുന്നത്, ഞാൻ പറയുകയാണ് അത് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളത് പറയാം കേട്ടോ. അതേപോലെ തന്നെ ആഞ്ചലിന ജോളി ഹ്യൂമൻ ജീനോം സീക്വൻസിങ് ചെയ്തിട്ടുണ്ട്. സീക്വൻസിങ്ങിലാണ് ക്യാൻസർ വരാനുള്ള ജീൻ ഫൈൻഡ് ചെയ്തു, ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ജീൻ ഫൈൻഡ് ചെയ്തിട്ട് ഓൾറെഡി അത് വരുന്നതിന് മുന്നേ പ്രിവെൻറ്റീവായിട്ട് എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു, ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ക്യാൻസർ വന്നാൽ എന്താ പ്രശ്നം, സ്പ്രെഡ് ആവും, പിന്നെ നമുക്ക് വേറൊരു രക്ഷയില്ല. അപ്പം അത് വരുന്നതിന് മുന്നേ എന്ത് ചെയ്യാണ്, ഏത് പാർട്ടിലാണോ വരുന്നത് ആ പാർട്ട് പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ചെയ്യാം. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഡയബറ്റീസിന്റെ ഒരു മെയിൻ കോസ് എന്ന് പറയുന്നത് എന്താ, പാൻക്രിയാസിന്റെ ഡിസ്ഫങ്ഷൻ ആണ്. ആൻഡ് ഇൻസുലിൻ ഒരു പരിധി എല്ലാവർക്കും വരും കേട്ടോ. ഈ ഒരു ഡിസീസ് എന്ന് പറയുന്നത് ഏത് മനുഷ്യൻ വരും, നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അതിനെ പ്രൊലോങ് ചെയ്യാൻ പറ്റും. ഇപ്പം വരും എന്നുള്ളത് അറിഞ്ഞു എന്ന് വിചാരിക്കുക. ഇപ്പം 30 വയസ്സിൽ സാധാരണഗതിയിൽ എല്ലാവർക്കും ഫാമിലിയിൽ വരുന്നുണ്ട്. നമ്മളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രൊലോങ് ചെയ്യാൻ പറ്റും. അതായത് 30 എന്നുള്ളത് ഒരു 40 50 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിന് ഡയറ്റ്, എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ ബാലൻസ് ആണ് ആക്ച്വലി വേണ്ടത്. ഇപ്പം ഇൻസുലിൻ സ്പൈക്ക്, ഈ ഒരു ടേം നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും, വളരെ കോമൺ ആണ്. നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും എന്താണ്, അതിൽ ഷുഗർ ഉണ്ട് അല്ലേ. എല്ലാ ഫുഡും ഗ്ലൂക്കോസ് ആണ്, അത് ഷുഗറാണ്. നമ്മളുടെ ബോഡിക്ക് ഗ്ലൂക്കോസിനെ ഷുഗർ ആയിട്ടാണ് കാണുക. നിങ്ങളൊരു ചോക്ലേറ്റ് കഴിച്ചു എന്ന് വിചാരിക്കുക, നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ത് ചെയ്യും, ഇൻസ്റ്റൻ്റ്ലി സ്പൈക്ക് ചെയ്യും. കാരണം എന്താണ്, കംപ്ലീറ്റ് അത് 2 തരത്തിലുള്ള ഷുഗർ ഉണ്ട്. കോംപ്ലെക്സ് ഷുഗറും ഉണ്ട്, സിമ്പിൾ ഷുഗറും ഉണ്ട്. ചോക്ലേറ്റിലുള്ള ഷുഗർ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഷുഗറാണ്. പെട്ടെന്ന് അവരെന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ആവും, നിങ്ങളുടെ ബ്ലഡിൽ ഒരുപാട് ഗ്ലൂക്കോസ് ഒരുമിച്ച് വരും. അപ്പം എന്തായിരിക്കും നിങ്ങളുടെ പാൻക്രിയാസ് ചെയ്യുക, കുറേ ഇൻസുലിനെ പെട്ടെന്ന് റിലീസ് ചെയ്യേണ്ടി വരും അല്ലേ. എന്നാലല്ലേ ഇവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ആക്കാൻ പറ്റുള്ളൂ. ഇത് ഇൻസുലിൻ ഇല്ലാതെ ഒരു സെല്ലും എന്ത് ചെയ്യില്ല, ഗ്ലൂക്കോസിന് എടുക്കില്ല. ഇൻസുലിൻ നിങ്ങളുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ആകുന്നില്ലെങ്കിൽ ഒരു സെല്ലും ഗ്ലൂക്കോസിന് എന്ത് ചെയ്യില്ല, ഉള്ളിലോട്ട് കയറ്റില്ല. അപ്പം ഇൻസുലിൻ റിലീസ് ചെയ്യാതെ പറ്റില്ല. ക്ലിയർ അല്ലേ. അപ്പം ഇൻസുലിൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പൈക്ക് ഉണ്ടാകുമ്പോഴാണ് പാൻക്രിയാസ് പതുക്കെ എന്ത് ചെയ്യുന്നത്, വീക്കായി വരുന്നത്. ഈ ഷുഗർ സ്പൈക്ക് മാക്സിമം കുറയ്ക്കേണ്ടി വരും. എങ്ങനെ കുറയ്ക്കാം, ഷുഗർ അവോയ്ഡ് ചെയ്യാം. അതായത് ഡയറക്റ്റ് അല്ലെങ്കിൽ സിമ്പിൾ ഷുഗേഴ്സ് അവോയ്ഡ് ചെയ്യുക. നമ്മുടെ ഡ്രിങ്ക്സ് ഇല്ലേ, പെപ്സി, സ്പ്രൈറ്റ്, ഇതൊക്കെ എന്താണ്, പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കുന്നതാണ്. വെറും ഷുഗറാണ്, അത് ഷുഗറും സോഡയും മാത്രമേ അതിലുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അതേപോലെ വൺസ് നിങ്ങളൊരു മീല് കഴിച്ചു, സാധാരണ ഒരു ചോറും സാമ്പാറും എന്തെങ്കിലും ഒരു കറിയും കഴിച്ചു, വിത്തൗട്ട് പ്രോട്ടീൻ നിങ്ങളുടെ ഷുഗർ എന്ത് ചെയ്യും, സ്പൈക്ക് ചെയ്യും. പ്രോട്ടീൻ ആഡ് ചെയ്ത് കഴിക്കാൻ പറയുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി അവെയർ ആയത് അല്ലേ. അപ്പോൾ പ്രോട്ടീൻ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഷുഗർ പെട്ടെന്ന് റിലീസ് ആകില്ല, ബ്രേക്ക് ഡൗൺ, ഷുഗറിൻ്റെ ബ്രേക്ക് ഡൗൺ സ്ലോ ചെയ്യാനായിട്ട് സഹായിക്കുന്ന കോമ്പണൻ്റ് ആണ് പ്രോട്ടീനും ഫൈബറും. അപ്പം പ്രോട്ടീനും ഫൈബറും കൂടുതൽ ഡയറ്റിൽ വെച്ച് ചോറ് ഇത്രേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുക, വളരെ കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ നമ്മളുടെ ഡയറ്റ് ഇസ് ഓപ്പോസിറ്റ്. ഇന്ത്യൻ ഡയറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ്. ഈ ചപ്പാത്തി കഴിക്കാൻ പറയുന്നതും ബേസിക്കലി സെയിം റീസൺ ആണ്. ചോറിന് പകരം ചോറ് പെട്ടെന്ന് എന്ത് ചെയ്യും, ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്യും. വൈൽ ചപ്പാത്തി എന്താ ചെയ്യുക, പതുക്കെ ഷുഗർ റിലീസ് ചെയ്യുള്ളൂ. കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഷുഗർ വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഈ ഡയറ്റും കാര്യങ്ങളും, ഡയറ്റാണ് മെയിൻ. സെക്കൻഡ് എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുക, അതേ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊലോങ് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഹൈലി നമ്മൾ ഫൈനാൻഷ്യലി ഭയങ്കര ഓക്കെ ആണ്, സ്റ്റേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പല ഡോക്ടേഴ്സിന് ഇതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഡോക്ടറെ വെക്കാം. ഇത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാം. ഗ്ലൂക്കോസ് മോണിറ്റേഴ്സ് ഉപയോഗിക്കാം. അതിന് നിങ്ങൾ റിച്ച് ആവേണ്ട ആവശ്യമില്ല. ഗ്ലൂക്കോസ് മോണിറ്റേഴ്സ് ഒക്കെ എല്ലാവർക്കും വാങ്ങാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്നത് ഡോക്ടേഴ്സ് ആൻഡ് ഒരു ടീമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത്രയും, ഇപ്പോൾ ആക്ടേഴ്സിൻ്റെ ഒക്കെ കേസിൽ എന്താണ്, സ്പോർട്സ് പേഴ്സൺസ്, അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇതിനൊക്കെ ഉള്ള കേപ്പബിലിറ്റി ഉണ്ട്, അവരൊക്കെ അങ്ങനെ വെക്കാറുമുണ്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്. ടൈപ്പ് 1, ടൈപ്പ് 2. ടൈപ്പ് 1ൻ്റെ കേസിൽ അവർക്ക് റിസെപ്റ്റേഴ്സ് ഫങ്ഷനിങ് അല്ല. ടൈപ്പ് 1ന് എന്തായാലും ഇൻസുലിൻ ഉപയോഗിക്കണം. റിസെപ്റ്റേഴ്സ് അല്ല, സോറി, അവരുടെ ബോഡി ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. റിസെപ്റ്റേഴ്സ് ഫങ്ഷനിങ് ആണ്, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല.
ക്ലിയർ ആയോ? പാൻക്രിയാസ് ഒട്ടും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഫുഡ് അവിടെ വന്ന് നിന്നാലും ഒന്നുമില്ല അതിനെ സെല്ലിലോട്ട് എത്തിക്കാനായിട്ട്. അപ്പോൾ ഇൻസുലിൻ കോൺസ്റ്റന്റ്ലി എടുക്കേണ്ടി വരും. അതാണ് ടൈപ്പ് 1 ഡയബറ്റിസ്. അത് ജനറ്റിക് ഡിസോർഡർ ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ടൈപ്പ് 2 ആണ് എക്വയേർഡ് ആയിട്ടുള്ള ഡയബറ്റിസ്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഡയറ്റ് ഇതൊക്കെ കാരണം വരുന്ന പ്രശ്നമാണ് എന്ത്? ടൈപ്പ് 2 ഡയബറ്റിസ്. അതൊന്നെങ്കിൽ റിസപ്റ്ററിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടാകാം, അല്ലെങ്കിൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതാകാം. അപ്പം ഈ മരുന്നുകൾ തരുന്നില്ലേ, മെറ്റ്ഫോർമിൻ മരുന്നുകൾ തരാറുണ്ട്. ഈ മരുന്നുകൾ ബേസിക്കലി റിസപ്റ്ററിനെ എന്ത് ചെയ്യാണ്, വീണ്ടും ഒന്ന് റിസപ്റ്ററിൻ്റെ ആക്ഷൻ ഒന്നും കൂടെ സൂപ്പർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. ആൻഡ് നിങ്ങൾ ഇൻസുലിൻ എടുക്കുമ്പോൾ എന്താണ്, ആ ഇൻസുലിൻ്റെ അപ്ടേക്കും ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ അതും കൂടെ ആദ്യം മരുന്ന് തരും ഡോക്ടേഴ്സ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ടൈപ്പ് 2 ഡയബറ്റീസിന് പോയിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് മരുന്ന് തരും. റിസപ്റ്ററിനായിരിക്കും പ്രശ്നം ഉണ്ടാവുക മോസ്റ്റ് പ്രോബബ്ലി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പതുക്കെ എന്ത് ചെയ്യും, വയസ്സാകും തോറും ഇൻസുലിൻ ഒക്കെ എടുക്കേണ്ടി വരും. ഇൻസുലിൻ എടുക്കേണ്ടി വരും, ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്യും. ടൈപ്പ് വൺ ജനറ്റിക് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ടൈപ്പ് 2 ക്യാൻ ബി കൺട്രോൾഡ്, മാനേജബിൾ ആണ്. യെസ്, അപ്പോൾ അതാണ് HGP പ്രൊജക്ട്. ഇനി അടുത്തൊരു കാര്യം DNA ഫിംഗർ പ്രിന്റിങ് അല്ലേ. DNA ഫിംഗർ പ്രിന്റിങ്, എന്താ ഫിംഗർ പ്രിന്റ് എന്നുള്ളത് അറിയാലോ. ഫിംഗർ പ്രിന്റ് യുണീക്ക് ആണല്ലേ. അപ്പോൾ എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോൾ അവർ എന്ത് ചെയ്യും, ഫിംഗർ പ്രിന്റ് ചോദിക്കും. സെൻട്രലൈസ്ഡ് എക്സാംസ് ഒക്കെ എഴുതാൻ പോകുമ്പോൾ അപ്പോൾ ഫിംഗർ പ്രിന്റ് എന്താണ്, യുണീക്ക് ആയതുകൊണ്ടാണ് നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് എടുക്കുന്നത്. DNA ഫിംഗർ പ്രിന്റ്സോ യുണീക്ക് ആണ്, എക്സെപ്റ്റ് ഐഡന്റിക്കൽ ട്വിൻസ്. ഐഡന്റിക്കൽ ട്വിൻസിന് അത് നമുക്ക്, ഐഡന്റിക്കൽ ട്വിൻസ് ഉണ്ടോ അവിടെ? ഉണ്ട്. ആരാ ട്വിന്ന് വന്നിട്ടില്ല, ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഐഡന്റിക്കൽ ട്വിൻസിന്റെ കേസിൽ DNA ഫിംഗർ പ്രിന്റിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു സിനിമ ഉണ്ട്, നാദിയ കൊല്ലപ്പെട്ട രാത്രി, കണ്ടിട്ടുണ്ടോ? 2 കാവ്യമാധവനുള്ള സിനിമയാണ് അത്. 2 കാവ്യമാധവൻ മീൻസ് ട്വിൻസ് ആണ് അവർ. അപ്പോൾ അതിൽ നമ്മൾ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇവരുടെ ഫിംഗർ പ്രിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, DNA ഫിംഗർ പ്രിന്റിങ് വഴി കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പം എത്രയോ സിനിമ ഉണ്ട്. ഈ സിനിമ മാത്രമല്ല, ഏതൊക്കെയോ തമിഴ് മൂവീസും ഒക്കെ ഉണ്ട് വേർ ഐഡന്റിക്കൽ ട്വിൻസിൽ ഒരാൾ എന്തായിരിക്കും, ഈവൽ ട്വിൻ ആയിരിക്കും. അപ്പം മറ്റേ ആൾ പാവമായിരിക്കും, ഇയാൾ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, ഇപ്പുറത്തെ ആൾ കൊടുങ്ങും. ഓക്കെ, അങ്ങനെ കുറേ സിനിമകളുണ്ട്. അപ്പം DNA ഫിംഗർ പ്രിന്റിങ് എന്ന് പറയുന്നത് യുണീക്ക് ആണ്, എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഐഡന്റിക്കൽ ട്വിൻസ്. ഓക്കെ, അപ്പം ഈ DNA ഫിംഗർ പ്രിന്റിങ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പെറ്റേണിറ്റി ടെസ്റ്റ്, മെറ്റേണിറ്റി ടെസ്റ്റ് ആൻഡ് ക്രൈം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട്, ഒരു പരിധി വരെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോറൻസിക് ഒക്കെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ. എങ്ങനെ? ആ ഞാനത് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ അങ്ങനെ തിങ്ക് ചെയ്തിട്ടില്ല. എന്തായാലും ഞാനത് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവുന്ന സമയത്ത് വേറൊരാളുടെ DNA നമ്മുടെ ഉള്ളിലോട്ട് കയറും. അതിന് ഇപ്പം ഞാനത് നോക്കാം കേട്ടോ. അങ്ങനെ ശരിക്കും അങ്ങനെ പോസിബിൾ ആണോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ചോദിച്ചോ. അത് അവൻ മാത്രമേ ഉള്ളൂ ക്യൂരിയസ്, നിങ്ങളാരും ക്യൂരിയസ് അല്ല. പാൻക്രിയാസ് തന്നെ ഏത് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഡോഗ്സിൽ പാൻക്രിയാസ് കട്ട് ചെയ്ത്, അതായത് ഒരാൾ എന്ത് ചെയ്യുന്നു, ഫെയിൻ്റ് ആകുന്നു, ഇത് ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞിട്ടതല്ലേ? ഓക്കെ, എന്തിനാ എക്സ്പെരിമെന്റ് നടത്തി? ബോഡിയിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ കേട്ടതാ, ഇപ്പൊ അടുത്ത്
ആ അറിയാം അറിയാം. ഞാൻ സബ്സ്ക്രൈബ്ഡാ. അതെ. ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ അത്. അപ്പൊ 2 ഡൗട്ട്. ബ്ലഡ് സെല്ലിൽ എല്ലാ സെല്ലിൽ RBCയിൽ മാത്രമല്ലേ ന്യൂക്ലിയസ് ഇല്ലാത്തുള്ളൂ? ബ്ലഡിൽ വേറെയും കോമ്പണൻസ് വരുന്നില്ലേ? അത് ആദ്യം നോക്കട്ടെ അത് പോസിബിൾ ആണോ എന്നുള്ളത് കേട്ടോ. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. സിനിമയാകുമ്പോൾ എന്തും പറയാം. ശരിക്കും അത് പോസിബിൾ ആണോ എന്നുള്ളത് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇത് ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അത് പിന്നെ ഹ്യൂമൻസിൽ എക്സ്പെരിമെന്റ് ചെയ്തില്ല? എനിക്കൊന്ന് ഹ്യൂമൻസിൽ അത് എത്തിക്കൽ പ്രോബ്ലം കൂടെ വരും. നമ്മളൊരു ഓർഗൻ കട്ട് ചെയ്യല്ലേ. ഞാൻ അത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. യെസ്. മ്യൂട്ടേഷൻ കാരണം വരും. അതായത് ഗ്യാമെറ്റ് ഫോർമേഷന്റെ സമയത്തോ അല്ലെങ്കിൽ ആ സമയത്തൊക്കെ എന്താണ് ഒരുപാട് കൺട്രോൾഡ് ആയിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ ആ സമയത്തൊക്കെ എന്തെങ്കിലും ചെറിയൊരു ചേഞ്ച് ഒക്കെ വന്നിട്ട് മ്യൂട്ടേഷൻ ഒക്കെ വന്നാൽ ജനറ്റിക് ഡിസോർഡർ വരാം കുട്ടിക്ക്. ഓക്കെ, അത് പോസിബിൾ ആണ്. നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പാരൻസിലൊന്നും ഇല്ലാത്തത് കൊണ്ട് വരില്ല എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ആ ഉം. 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 ചിലപ്പോൾ ഉണ്ടാവും, ഏതെങ്കിലും ആൻസസ്റ്റേഴ്സിന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദൂരെയുള്ള ആൻസസ്റ്റേഴ്സിന് ഉണ്ടാവുമായിരിക്കും. അത് എക്സ്പ്രസ് ആവാത്തതായിരിക്കും ബാക്കിയുള്ള ജനറേഷനിൽ. ഓക്കെ, അത് എക്സാക്ട് ഡിസീസും കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ അത് ശരിക്ക് ഇതിനായിട്ടൊരു ബ്രാഞ്ച് ഉണ്ട്. ഈ പെഡിഗ്രി അനാലിസിസ് ജെനറ്റിസിസ്റ്റ് എന്നാണ് പറയുക. അവരെന്ത് ഇതിലൊക്കെ റിസർച്ച് നടത്തുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് എന്തായാലും ഏതെങ്കിലും ഒരു ആൻസസ്റ്ററിൽ പണ്ട് ഉണ്ടായിരുന്നിരിക്കണം. ഒരാളിലാണെങ്കിൽ നമുക്ക് പറയാം അത് മ്യൂട്ടേഷൻ എന്തെങ്കിലും ആണെന്ന്. 2 ആളിൽ വന്നുകൊണ്ട് എനിക്ക് തോന്നുന്നത് ജനറ്റിക്കലി പാസ് ഓൺ ആയത് തന്നെയാണ്. ബാക്കിയുള്ളവർ സപ്രസ് ആയിരിക്കും. വേറെ എന്തെങ്കിലും? വേറെ ഡൗട്ടൊന്നുമില്ല, കഴിഞ്ഞു. യെസ്. അപ്പം നമ്മൾ മോളിക്കുലാർ ബേസിസിൽ നിങ്ങൾക്ക് ആ DNA ഫിംഗർ പ്രിൻറ്റിങ് വരെയാണ് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ബയോടെക്നോളജി. ബയോടെക്നോളജിയിൽ നിങ്ങൾക്ക് 2 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാ? ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. അപ്പം ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇതിൽ ഈ 2 ചാപ്റ്റേഴ്സും എന്താണ് സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2 ചാപ്റ്റേഴ്സും. ഇനി മൂന്നാമത് വരുന്ന ചാപ്റ്റർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ബയോടെക്നോളജി 1 എന്ന് നമ്മൾ പറയുന്ന ചാപ്റ്റർ, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ഇതും സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അഗൈൻ നിങ്ങൾ എക്സാം എഴുതിയില്ലേ ഇപ്രാവശ്യത്തെ? അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഈ 3 ചാപ്റ്റേഴ്സിന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും, നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് എന്തായാലും നോക്കിയിട്ട് പോകും. അതേപോലെ തന്നെയാണ് എവല്യൂഷനും കേട്ടോ. എവല്യൂഷനും ക്വസ്റ്റ്യൻസ് മിക്കവാറും വരാറുണ്ട്. അപ്പം ഈ 4 ചാപ്റ്റേഴ്സാണ് ലിങ്ക്ഡ് എന്നല്ല, ഈ 4 ചാപ്റ്റേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇനി CS പഠിച്ചിട്ടുള്ളവർക്ക് ഒട്ടും കണക്ഷൻ ഇല്ലാത്തൊരു ചാപ്റ്ററും ആയിരിക്കും ബയോടെക്നോളജി 1 എന്ന് പറയുന്നത്, 1 and 2. കാരണം ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റേ അല്ല, പുതിയൊരു ബ്രാഞ്ചാണ്. ബയോ എന്ന് പറഞ്ഞാൽ ലൈഫ്, ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താ? ടെക്നോളജി. അപ്പം ഇൻ്റഗ്രേഷൻ ഓഫ് ലൈഫ് ഇൻടു ടെക്നോളജിയാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബ്രാഞ്ചിൽ നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ്? ഒരുപാട് പുതിയ ടെക്നിക്സ് ഉണ്ട്. ജെനറ്റിക്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് അറിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ടേ അതിനെ കൊണ്ട്? ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അതിൻ്റെ എല്ലാം അപ്ലിക്കേഷൻസ് വരുന്നത് ബയോടെക്നോളജിയിലാണ്. ജെനറ്റിക് മാനിപ്പുലേഷൻ, ജെനറ്റിക് എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ് എന്താ? ജനറൽ എഞ്ചിനീയറിംഗ് എന്താ? മോഡിഫിക്കേഷൻ. അതായത് എഞ്ചിനീയറിൻ്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത് എന്തെങ്കിലും ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പം ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പുതിയ റീകോമ്പിനൻറ്റിനെ എന്ത് ചെയ്യണം? ബിൽഡ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം ജെനറ്റിക്സ് പഠിക്കുന്നു. ജെനറ്റിക്സ് എല്ലാം അറിഞ്ഞ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജീനുകളെയൊക്കെ അറിയുന്ന ഒരാൾക്ക് എന്തിലോട്ട് കടക്കാനായിട്ട് പറ്റുള്ളൂ? ജെനറ്റിക് എഞ്ചിനീയറിംഗിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ജീനിനെയൊക്കെ സ്റ്റഡി ചെയ്തതിന് ശേഷം ഓരോ പുതിയ ജെനറ്റിക് എക്സ്പെരിമെൻറ്റ്സ് നടത്തുകയാണ് ത്രൂ ജെനറ്റിക് എഞ്ചിനീയറിംഗ്. അതെന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റിനെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക.
അല്ലെ? അത് ഒരു മേജർ പ്രോബ്ലം അല്ലേ? പെസ്റ്റുകൾ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താണ് ഫാമറിന് ഭയങ്കര എക്കണോമിക് ലോസ് ആണ് ഉണ്ടാവുക. അപ്പൊ അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റിനെ ഉണ്ടാക്കുകയാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ജനറ്റിക്കലി നമ്മൾ ചെറുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ അവരെന്ത് ചെയ്യും? ആ പെസ്റ്റ് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ആ പെസ്റ്റിനെ കൊല്ലുന്ന തരത്തിൽ എന്തെങ്കിലും ആക്കും, അല്ലെ? അല്ലെങ്കിൽ അതിനെ വന്ന് അറ്റാക്ക് ചെയ്യാത്ത തരത്തിലോട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. ഈ രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പെസ്റ്റിനെ ഒഴിവാക്കാം, അല്ലെ? അപ്പൊ പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ എനിക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതൊക്കെ എന്തുകൊണ്ടാണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയാണ്, അല്ലെ? അപ്പൊ ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണ്, അതേപോലെ തന്നെ ഇതിൽ നടക്കുന്ന പ്രോസസ്സസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പഠിക്കുക. എഞ്ചിനീയറിംഗ് എന്താണെന്നും എന്തൊക്കെയാണ് പ്രോസസ്സ് വരുന്നത് എന്നുള്ളതുമാണ് പഠിക്കുക. ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് കൂടെ അവിടെ പഠിക്കും. ഓക്കെ, അപ്പൊ ബേസിക്കലി നിങ്ങൾ ഇവിടെ പഠിക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന് ജീനിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, രണ്ടാമത്തത് മാനിപ്പുലേറ്റ് ചെയ്ത ജീനോ അതിന്റെ പ്രൊഡക്റ്റിനെയോ മൾട്ടിപ്ലൈ ചെയ്യാൻ. ക്ലിയർ അല്ലേ? അത് രണ്ടുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുക. ഇനി ഈ മാനിപ്പുലേറ്റ് ചെയ്ത ജീനിനെ വേറൊരു ഓർഗാനിസത്തിന്റെ ഉള്ളിലോട്ട് കൊടുത്ത് അതിനെ ഒരു ഫങ്ഷണൽ, ഒരു അപ്ലിക്കേഷൻ ലെവലിലോട്ട് മാറ്റുന്ന ചാപ്റ്ററാണ് ഇത് ബയോടെക്നോളജി 2 അപ്ലിക്കേഷൻസ്. ഓക്കെ, ഇതിൽ നിങ്ങൾ ബേസിക്കലി പഠിക്കുന്നത് കമ്പാരിറ്റീവ്ലി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടുന്ന് അധികം അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബയോടെക് 1 എന്നാണ്. കാരണം ലാബ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. PCR ടെക്നിക്കാണ്. PCR എന്താ? പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. ചെയിൻ റിയാക്ഷൻ എന്താ? കെമിസ്ട്രിയിൽ പഠിച്ചേ, CS-കാർക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഒരു പടക്കം പൊട്ടിക്കുന്നത് പോലെ അല്ലേ, 1 കഴിഞ്ഞ് 2, 2, 3, 4 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ചെയിൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, പോളിമറേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. ഈ എൻസൈമിനെ ഉപയോഗിച്ച് കൊണ്ടുള്ള ഒരു ചെയിൻ റിയാക്ഷൻ ആണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. PCR എന്ന് പറയുന്ന ഒരു മെഷീനാണ്. ഈ മെഷീൻ്റെ ഉള്ളിലാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇട്ട് കൊടുക്കും, അവിടെ എന്ത് ചെയ്യും? ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ബേസിക്കലി ഞാൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഒരേ പ്രൊഡക്റ്റിനെ വീണ്ടും 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 ആംപ്ലിഫൈ ചെയ്യാണ് ചെയ്യുക. ആംപ്ലിഫിക്കേഷൻ ആണ് ഇവിടെ നടക്കുക. ഇനി എപ്പോഴാണ് ഇതിൻ്റെ ഒരു യൂസ് വരിക? എപ്പോഴാണ് എനിക്കൊരു ജീനിനെ ആംപ്ലിഫൈ ചെയ്യേണ്ടി വരിക? ഒന്നാമത്തെ കാര്യം, എനിക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക, ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. ഓരോ തവണയും അതേ ഓർഗാനിസത്തിൽ പോയിട്ട് ആ ജീൻ എടുക്കാനായിട്ട് എനിക്ക് പറ്റുമോ? ഞാൻ എന്ത് ചെയ്യും? കുറേ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കും, ആംപ്ലിഫിക്കേഷൻ നടന്നു. രണ്ടാമത്തെ കാര്യം, മെഡിക്കൽ ഫീൽഡിൽ വളരെ മാസീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ആക്ച്വലി PCR. PCR ഉണ്ട്, RT-PCR ഉണ്ട്. കോവിഡിൻ്റെ സമയത്ത് കേട്ടിരുന്നോ RT-PCR? എന്താ അത്? കോവിഡ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതായത് കൊറോണ വൈറസിന്റെ എന്തെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടി എന്തെങ്കിലും സിംറ്റം കാണിക്കണമെന്നുണ്ടോ ഈ ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആവാൻ? എത്രയോ പേര് സിംറ്റം ഇല്ലാതെ തന്നെ പോസിറ്റീവ് ടെസ്റ്റ് കാണിച്ചിട്ടുണ്ട്, അല്ലേ? ബേസിക്കലി നിങ്ങൾ ഒരു സ്വാബ് എടുക്കും, അത് മൂക്കിൽ നിന്നോ വായിൽ നിന്നോ ഒരു സ്വാബ് എടുക്കും, മൂക്കുന്നാണ് ജനറലി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? അവരത് PCR റൺ ചെയ്യാണ് ചെയ്യുക. അത് ഇത്തിരിയേ ഉള്ളൂ, അതായത് നിങ്ങളുടെ ബോഡിയിലുള്ള ഒരു സെല്ലിൻ്റെ ഒരു ഇത്തിരിയേ കിട്ടിയിട്ടുള്ളൂ, അല്ലെ? ഒരു DNA സാമ്പിളാണ് അവർക്ക് ആക്ച്വലി കിട്ടിയത്. എന്നിട്ട് അത് റൺ ചെയ്തിട്ട് എന്താ PCR നമ്മൾ ആംപ്ലിഫൈ ചെയ്യുക? എൻ്റെ അതേ സെല്ലിനെയാണോ ഞാൻ ആംപ്ലിഫൈ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എൻ്റെ ജീനിനെയാണോ ആംപ്ലിഫൈ ചെയ്യുക? ആരെയാ ചെയ്യുക? പോസിറ്റീവ് ആകാൻ ആരാ വേണ്ടേ? വെരി ഗുഡ്. എന്താണ് കറക്റ്റാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? വൈറസ് അല്ലേ? വൈറസിന്റെ ജീൻ ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചെക്ക് ചെയ്യണ്ടേ. സിംറ്റം കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക കോവിഡാണ്. എന്ത് കിട്ടുന്നില്ല? സ്മെല്ല് കിട്ടുന്നില്ല, ജലദോഷമുണ്ട്, പനിയുണ്ട്, അല്ലേ? സ്മെല്ലില്ലെങ്കിൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം കോവിഡാണ്, ഒരു ഡൗട്ടും ഇല്ല, ഓൾമോസ്റ്റ് ഫിക്സ് ആയി. അത് കൺഫർമേറ്ററി ആയിട്ടാണ് പിന്നെ നിങ്ങൾ ചെയ്യുന്ന RT-PCR. ഇനി നിങ്ങൾ ഒന്നും കാണിക്കുന്നില്ല വിചാരിക്കുക, നിങ്ങൾ ഒന്നും കാണിച്ചിട്ടില്ലെങ്കിൽ എയർപോർട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ അന്ന് എന്ത് ചെയ്യണമായിരുന്നു? RT-PCR ചെയ്യണമായിരുന്നു. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ ഒരു അംശം ഓഫ് വൈറസ് ഉണ്ടെങ്കിൽ പോലും അത് ഏത് ടെസ്റ്റിൽ കാണാൻ പറ്റും? RT-PCR കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് പോസിറ്റീവാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്തു? അസുഖമുണ്ട്, നിങ്ങളോട് 2 ആഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. 3-ാമത്തെ ആഴ്ച നിങ്ങൾ പോയിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യും. ഏത് ടെസ്റ്റാണ് ചെയ്യുക? RT-PCR ആണോ ചെയ്യുക? അപ്പം നിങ്ങൾ RT-PCR ചെയ്താൽ വീണ്ടും നിങ്ങൾ പോസിറ്റീവ് കാണിക്കും. കാരണം നിങ്ങളുടെ ബോഡിയിൽ നിന്ന് വൈറസ് പോകാൻ 3 മാസത്തിൻ്റെ അടുത്ത് സമയമെടുക്കും. അപ്പം നിങ്ങൾ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ ഏത് ടെസ്റ്റ് ചെയ്യും? ആൻറ്റിജൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ?
ആ ടെസ്റ്റ് ചെയ്താൽ എല്ലാവർക്കും നെഗറ്റീവാണ് കാണിക്കുക, ബിക്കോസ് ഇത് ലെസ് ആക്യുറേറ്റ് ടെസ്റ്റ് ആണ്. അപ്പോൾ പലരും എന്ത് ചെയ്യും, കള്ളത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഡിസീസ് ഇത്രയും സ്പ്രെഡ് ആയത്. കുറേ കള്ളത്തരം കാണിച്ചപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് അത് എന്ത് ചെയ്തത്, സ്പ്രെഡ് ആയത്. അപ്പം PCR എന്ന് പറയുന്നത്, ഇപ്പം ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ക്യാൻസറിൻ്റെ സിംറ്റംസ് എപ്പോഴും ക്യാൻസർ എപ്പോഴാണ് റെക്കഗ്നൈസ്ഡ് ആവുക, ഒരാൾ തിരിച്ചറിയുക അയാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് ഏറ്റവും ഫൈനൽ സ്റ്റേജസിലോട്ട് എത്തുമ്പോൾ അല്ലേ. അപ്പം അതിന് മുന്നേ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും എന്തുപയോഗിക്കാം, PCR ഉപയോഗിക്കാം. PCR ടെക്നിക്ക് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഇപ്പോൾ ഒരു ക്യാൻസറിന് നിങ്ങൾ സസെപ്റ്റബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് തോന്നുകയാണ് ഇന്നൊരു ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PCR ടെസ്റ്റ് ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരാൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു റേപ്പ് കേസ് എന്തെങ്കിലും വന്നു എന്ന് വിചാരിക്കാം. ആ കുട്ടിക്ക് അറിയില്ലല്ലോ റേപ്പ് നടത്തിയിട്ടുള്ള ആള് ബേസിക്കലി HIV പോസിറ്റീവ് ആണോ അല്ലയോ എന്നുള്ളത്. ഉടനടി എന്ത് ചെയ്യാം, അതായത് ഈ കുട്ടിക്ക് അറിയില്ലല്ലോ ഇത് HIV ഉള്ള ആളാണോ അല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ബേസിക്കലി എന്ത് ടെസ്റ്റാണ് ചെയ്യുക, വീണ്ടും PCR ചെയ്യാം. PCR ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈവൻ ഒരു ഇത്തിരി പൊടി പോലും HIV വൈറസ് ബോഡിയിലുണ്ടെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഫേമസ് ആയിട്ട് ഇപ്പോൾ അടുത്ത് എനിക്കൊന്നൊരു 2 കൊല്ലം മുന്നേക്ക് ആയിരിക്കും തോന്നുന്നു, മോഹൻലാലിൻ്റെ പടോ ഏതാത്, ഞാൻ സിനിമയുടെ കാര്യമല്ല പറയാൻ വന്നത്. ലക്നൗവിൽ ഒരു 4 കുട്ടികൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി എയ്ഡ്സ് ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നു. എപ്പോഴാണ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയതിന് ശേഷം അവർക്ക് തോന്നി ഈ ബ്ലഡ് ഇൻഫെക്റ്റഡ് ആണെന്ന്. അപ്പോൾ അവർ ഏത് ടെസ്റ്റ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക, PCR. അപ്പം ഇങ്ങനെ സംശയം വരുന്ന ഇൻസ്റ്റൻസസിലൊക്കെ നമ്മൾ സിംറ്റംസ് കാണിക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ഉപയോഗിക്കാം, PCR ടെസ്റ്റുകൾ യൂസ് ചെയ്യാം. അപ്പോൾ PCR പ്രിൻസിപ്പിൾസ് മോളിക്കുലാർ ഡയഗ്നോസിസ് എന്നാണ് പറയുക. അതെല്ലാം ബേസിക്കലി നിങ്ങൾ ഈ ഒരു 2 ചാപ്റ്റേഴ്സിലായിട്ടാണ് പഠിക്കുക. PCR പഠിക്കുക ഫസ്റ്റ് ചാപ്റ്ററിൽ, അതിൻ്റെ അപ്ലിക്കേഷൻ പഠിക്കുക രണ്ടാമത്തെ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ബയോടെക്നോളജി. അടുത്ത ചാപ്റ്റേഴ്സ് ഈസി ചാപ്റ്റേഴ്സ് ആണ്, മൈക്രോബ്സ്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എവല്യൂഷൻ. എവല്യൂഷൻ ഈസി അല്ല, എവല്യൂഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാനുള്ള ചാപ്റ്ററാണ് എഗാൻ. ഓക്കെ, അപ്പം എവല്യൂഷനിൽ നിങ്ങൾക്ക് എഗാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഭാഗം വരുന്നത് ഏതാണ്, എക്സാമിനേഴ്സിന് ഇഷ്ടപ്പെട്ടൊരു ഏരിയ ഉണ്ട്. ഡാർവിൻ ഫിഞ്ചസ് ഉണ്ട്, ഹാഡി വീൻബർഗ് ഇക്വിലിബ്രിയം. കാരണം എന്താണ്, അവിടെ വീണ്ടും മാത്സ് വരുന്നുണ്ട്. ഓക്കെ, പോപ്പുലേഷൻ ജെനറ്റിക്സ് ആണ്, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അതാണ് എപ്പോഴും എടുക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. തിയറട്ടിക്കൽ അല്ലാതെ അവരെപ്പോഴും ഈ ഒരു ഭാഗമാണ് ചൂസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് ഇടാനായിട്ട്. ഓക്കെ, അപ്പോൾ എവല്യൂഷനിൽ ആ ഒരു ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബാക്കിയെല്ലാം എന്താണ്, ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്, ഒറിജിൻ ഓഫ് എർത്ത്, ഒറിജിൻ ഓഫ് ലൈഫ്, ഇതൊക്കെ നിങ്ങൾ അതിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതിൽ മില്ലർ ആൻഡ് യൂറി എക്സ്പെരിമെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ ഒരു എക്സ്പെരിമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാം. ഇനി നെക്സ്റ്റ് അതേപോലെ തന്നെ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, നമ്മൾ മോളിക്കുലാർ ബേസിസിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് വരുന്നുണ്ട് അല്ലേ. ആ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആ എക്സ്പെരിമെൻറ്റ്സിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇതേപോലെ വരാം, ന്യൂമറിക്കൽസ് വരാം. എവിടെ അറിയോ, സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷനിൽ നിങ്ങളോട് ചോദിക്കാം എത്ര ഹൈബ്രിഡ്, എത്ര ലൈറ്റ് DNA ഉണ്ട്, എത്ര ഹൈബ്രിഡ് ഉണ്ട്, എത്ര കംപ്ലീറ്റ് ആയിട്ട് N15 ഉള്ളതുണ്ട് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ആണ്. അപ്പം എക്സ്പെരിമെൻറ്റ്സ്, എവിടെയൊക്കെ നിങ്ങൾ എക്സ്പെരിമെൻറ്റ്സ് കാണുന്നു അതെല്ലാം നിങ്ങൾ ചെയ്യുന്നതാണെന്ന് വിചാരിച്ചിട്ട് പഠിക്കുക. ഓരോന്നും അത്രയും എന്താണ്, കോൺസെപ്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ പറ്റുന്ന എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഇവിടുന്ന് കാണിച്ചിട്ട് മില്ലർ ആൻഡ് യൂറി ഒക്കെ എനിക്ക് പറ്റും എന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷേ പറ്റുന്ന തരത്തിൽ ഫോട്ടോസിന്തസിസിലൊക്കെ നമുക്ക് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഇവിടുന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, കാണിച്ചു തരും. ഇനി അപ്പം 3 ചാപ്റ്റേഴ്സിൽ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് മൈക്രോബ്സ് എടുക്കുകയാണെങ്കിൽ, മൈക്രോബ്സിൽ അഗൈൻ മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒരുപാട് പേരുകൾ ഓർത്ത് വെക്കാനുണ്ട്. നിങ്ങളത് ലാസ്റ്റ് എന്താ പറയുക, അതൊരു ഇപ്പം നിങ്ങൾ പല്ല് തേക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ ഒരു കുഞ്ഞി നോട്ട് എന്തെങ്കിലും ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വായിച്ചാൽ മതി. അത്രേ ആ ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് വരുന്നുള്ളൂ. ഹ്യൂമൻ ഹെൽത്ത് എടുക്കുന്ന സമയത്ത്, ഹ്യൂമൻ ഹെൽത്ത് ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് അതിൽ നമുക്ക് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗം ആണ് കുറച്ച്, അതും ഒരു മെമ്മറി ബേസ്ഡ് ആണ്. കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഭയങ്കര അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ വരും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സ്റ്റിൽ ഇമ്മ്യൂണിറ്റി ഭാഗമാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ഒന്ന് വളച്ചൊടിച്ച് നിങ്ങളോട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒന്ന് ഇമ്മ്യൂണിറ്റി, രണ്ടാമത് എയ്ഡ്സ്
ആൻഡ് തേർഡ് ക്യാൻസർ. ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ചാപ്റ്ററിൽ. പിന്നെ ആദ്യത്തെ ഭാഗത്തൊക്കെ നിങ്ങൾ കറക്റ്റ് മെമ്മറി ബേസ്ഡ് ആണ്. അസുഖം ഏതാണ്, കോസേറ്റീവ് ഏജന്റ് ഏതാണ്, സിംറ്റംസ് എന്താണെന്നാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ഇനീഷ്യൽ ഫ്യൂ പേജസിൽ നിങ്ങൾ അതാണ് പഠിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളെല്ലാം കുറച്ച് കോൺസെപ്റ്റ് ഓറിയന്റഡ് ആണ്. അതായത് എയ്ഡ്സ്, ക്യാൻസർ, പിന്നെ ലാസ്റ്റ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസിലും ഡ്രഗ്സിന്റെ കേസിൽ പിക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പോസിബിൾ ആണ്. അത്രയുമാണ് നമുക്ക് ഹ്യൂമൻ ഹെൽത്തിന്റെ കേസ് പറയാനുള്ളത്. എവല്യൂഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ലാസ്റ്റത്തെ യൂണിറ്റ് ആണ് ഏതാ ലാസ്റ്റ് യൂണിറ്റ്? ഇനി വരുന്ന അവസാനത്തെ യൂണിറ്റ് ആണ് എക്കോളജി യൂണിറ്റ് അല്ലേ. എക്കോളജി ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷെ ഇതേപോലെ നിങ്ങളോട് നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട്. ആദ്യത്തെ ചാപ്റ്റർ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. പോപ്പുലേഷനിൽ നിങ്ങൾ പോപ്പുലേഷൻ്റെ കുറച്ച് ആട്രിബ്യൂട്ട്സ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഏജ് ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെ കുറേ സിമ്പിൾ കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. ഓർഗാനിസം നിങ്ങൾക്ക് പഠിക്കാനേ ഇല്ല, ഡിലീറ്റഡ് ആണ് കേട്ടോ. വെറും പോപ്പുലേഷനെ പഠിക്കാനുള്ളൂ. ചാപ്റ്ററിന്റെ പേര് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ആണ്. അതിൽ ഓർഗാനിസം എന്ന് പറയുന്ന പാർട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. പോപ്പുലേഷൻ തൊട്ടാണ് നിങ്ങളുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പോപ്പുലേഷൻ്റെ ആട്രിബ്യൂട്ട്സ് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇൻട്രാക്ഷൻ ആണ് നമുക്ക് ഇവിടെ മെയിൻ. ഇൻട്രാക്ഷനിൽ മ്യൂച്വലിസം, എക്സാമ്പിൾ പറഞ്ഞേ, മ്യൂച്വലിസത്തിൻ്റെ ഒരു എക്സാമ്പിൾ ലൈക്കൻസ്, ഓക്കെ, മൈക്കോറൈസ. CS-കാർക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? മ്യൂച്വലിസം പഠിച്ചിട്ടുണ്ടോ ചെറിയ ക്ലാസ്സിൽ? ഞാൻ പറഞ്ഞുതരാം എന്താണ് മ്യൂച്വലിസം എന്നുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മ്യൂച്വലിസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുക. അതിന് എക്സാമ്പിൾ ഇപ്പോൾ ഇവർ പറഞ്ഞത് ലൈക്കൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൽഗെ ആൻഡ് ഫംഗൈ ആണ്. ആൽഗെ എന്ത് കൊടുക്കും? ഫംഗസിന് ഫുഡ് കൊടുക്കും. ഫംഗസ് എന്ത് കൊടുക്കും? ഷെൽട്ടർ കൊടുക്കും. ഇതാണ് അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മ്യൂച്വലിസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി എക്സാമ്പിൾ ഉണ്ടോ? ഫാർമറും എർത്ത് വർമും. ഓക്കെ. ഓർക്കിഡും ബി, ബംബിൾ ബി. മ്യൂച്വലിസം ആണ്. എന്തിനാണ്? അതിലൊരു ക്ലാസിക് എക്സാമ്പിൾ ഉണ്ട്, പക്ഷെ അത് ഓർക്കിഡും ബിയും അല്ല. ഫിഗും വാസ്പും ഉണ്ട്. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചേ. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചൊരു എക്സാമ്പിൾ. പോളിനേഷൻ, ഒരു ബട്ടർഫ്ലൈ, ഒരു പൂവും അല്ലേ. ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ അതല്ലേ പഠിച്ചു തുടങ്ങിയത്. മ്യൂച്വലിസം പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറയുന്ന എക്സാമ്പിൾ ഏതായിരുന്നില്ലേ ചെറിയ ക്ലാസ്സിൽ. അപ്പം നിങ്ങൾ എന്താണ് ഫുൾ കോംപ്ലക്സ് മാത്രമേ തിങ്ക് ചെയ്യുന്നുള്ളൂ. അടുത്തൊരു എക്സാമ്പിൾ പ്രിഡേഷൻ്റെ ഒരു എക്സാമ്പിൾ. അത് നിങ്ങൾ ആരും മിണ്ടരുതേ. CS-ലുള്ള ആൾക്കാരൊന്ന് ചിന്തിച്ചേ. പ്രിഡേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്നുള്ളത് കാര്യം പറഞ്ഞുതരാം. പ്രിഡേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റാക്ക് ചെയ്യുന്ന ആള്, ഫുഡിന് വേണ്ടിയിട്ട് എന്തിനെയോ കൊല്ലുന്നു. കൊല്ലപ്പെടുന്ന ആള് പ്രേ. ഈ ഇൻട്രാക്ഷൻ കാണിക്കുന്ന ഏതെങ്കിലും ഒരു എക്സാമ്പിൾ. വെരി ഗുഡ്. ടൈഗർ ആൻഡ് ഡിയർ, അതാണ് ക്ലാസിക് എക്സാമ്പിൾ. എപ്പോൾ നിങ്ങൾ നാഷണൽ ജിയോഗ്രഫി ചാനൽ എടുത്താലും ഓടുന്നത് കാണാനായിട്ട് പറ്റും. മാൻ ഓടുന്നുണ്ടാവും, പുറകെ സിംഹോ അല്ലെങ്കിൽ ഒരു കടുവയോ ഓടുന്നത് കാണാം. അപ്പോൾ ബേസിക്കലി ഇതാണ് ഒരു ക്ലാസിക് എക്സാമ്പിൾ പറയുന്നത്. അതാണ് പ്രിഡേഷൻ. പാരാസിറ്റിസം ഉണ്ട്. പാരാസിറ്റിസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇൻട്രാക്ഷൻ. അതായത് ഒരാളെ, ഒരു ഹോസ്റ്റ് ഉണ്ടാവും, ഒരു പാരാസൈറ്റ് ഉണ്ടാവും. പാരാസൈറ്റ് ഹോസ്റ്റിന്റെ വിഷമൊന്നും മനസ്സിലാക്കാതെ ഫുൾ ടൈം ഹോസ്റ്റിന്റെ മുകളിലായിരിക്കും ഉണ്ടാവുക ആൻഡ് കംപ്ലീറ്റ് ന്യൂട്രിയൻസ് വലിച്ചെടുക്കും. അതാണ് മെയിൻ ഇഷ്യൂ. അപ്പം എനിക്ക് കഴിക്കാനുള്ള ഫുഡ് വേറൊരാൾ കഴിച്ചുകൊണ്ടേയിരുന്നാൽ ഇവഞ്ച്വലി എന്താണ്? ആ ഫുഡ് കിട്ടാതെ ഉള്ള ആൾ എന്ത് ചെയ്യും? ഇവഞ്ച്വലി വീക്കായിട്ട് മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഇൻട്രാക്ഷൻസ് പഠിക്കാനുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ അതൊരു നല്ല എക്സാമ്പിളാണ്. പിന്നെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പേന് പറയാറുണ്ട്. ചെള്ള്, പേന്, ഇതൊക്കെ എന്താണ്? പാരാസൈറ്റ്സ് ആണ്. കസ്ക്യൂട്ട, പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ കസ്ക്യൂട്ട എന്ന് പറയുന്ന ഒരു പ്ലാന്റ് പാരാസൈറ്റ് ആണ്. അത് ഹെഡ്ജ് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ മുകളിൽ പാരാസൈറ്റ് ആയിട്ട് കിടക്കുക ചെയ്യുക. ഓക്കെ. ഹെഡ്ജ് പ്ലാന്റിന് അവസാനം ന്യൂട്രിയൻസ് കിട്ടാതെ ഹെഡ്ജ് പ്ലാന്റ് വീക്ക് ആവും. ഇതേപോലെ നമുക്ക് വേറെയും ഇൻട്രാക്ഷൻസ് ഉണ്ട്. എല്ലാം ഇപ്പം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. എളുപ്പമാണ് ഈ ഒരു ചാപ്റ്റർ. എക്കോളജി യൂണിറ്റ് എൻറ്റയർലി എളുപ്പമാണ്. അടുത്ത ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ചോദിക്കുക എവിടെ നിന്നാണ്?
പിരമിഡിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കാം. എക്കോളജിക്കൽ പിരമിഡ്, എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രൊഡക്ടിവിറ്റി നിങ്ങളോട് ചോദിക്കാം. പ്രൊഡക്ടിവിറ്റി എന്താണ്? ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. ആ ഇക്വേഷൻ ബേസ്ഡ് NPP ഈസ് ഈക്വൽ ടു GPP മൈനസ് R, ഈ ഒരു ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതിൽ തന്നെ പലതരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ ചാപ്റ്റർ വരുന്ന സമയത്ത്. പിന്നെ നമുക്ക് എനർജി ഫ്ലോ പഠിക്കാനുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വീണ്ടും പഠിക്കും. ഓക്കെ, അതൊക്കെ ഈ ഒരു ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് എക്കോളജിക്കൽ പിരമിഡ് പഠിക്കും. പിന്നെ അതിൽ എളുപ്പമുള്ളൊരു ടോപ്പിക്, ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ ആണ്. അവിടെ നിന്ന് അധികം ക്വസ്റ്റ്യൻ വരാറുമില്ല. ഓക്കെ, ഡീകമ്പോസിഷൻ ആണ്. പിന്നെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ കൺസർവേഷൻ, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. സിമ്പിൾ ചാപ്റ്റർ ആണ്. അതിൽ നിങ്ങൾ എന്താണ് ബയോഡൈവേഴ്സിറ്റി, പിന്നെ ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻ ഉണ്ട്. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ആ ഓർഗാനിസം ഉള്ളത് ആ സ്ഥലത്തിനെ കൺസർവ് ചെയ്യുന്നതിനെയാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് വിളിക്കുക. അവരെ എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വളർത്തുകയാണെങ്കിൽ അതെന്തായി? എക്സിറ്റു കൺസർവേഷനായി. സൂ ഉണ്ട്, ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്, ഇതൊക്കെ എക്സിറ്റു കൺസർവേഷൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് എൻറ്റയർ സിലബസ് എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സ് പറഞ്ഞു. ഇനി നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്യുക. അതായത് ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണോ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ളത്, അവിടെ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വരിക. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന രീതിയിൽ, അപ്പം നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് പഠിക്കുന്ന രീതിയിൽ നിങ്ങൾ വ്യത്യാസം വരുത്തണം. രണ്ടാമത്തത് കുറച്ച് സമയം ഇരുന്ന് വായിക്കാനുള്ള, ക്ലാസ്സുകൾ കാണാനുള്ള ഒരു ക്ഷമ ഉണ്ടാക്കിയെടുക്കണം. അതിന് സമയമെടുക്കും, പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് എല്ലാ ദിവസവും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബോറടിച്ചാലും എന്ത് ചെയ്യുക, കുറച്ച് സമയം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പഠിക്കാനൊക്കെ ഇരുന്നിട്ട് റെഡിയാക്കി എടുക്കുക. ഇനി നമ്മൾ ടെസ്റ്റുകൾ എഴുതുമല്ലോ, മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ എറേഴ്സ് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. കോൺസെപ്റ്റിനാണ് അവിടെ പ്രശ്നം. എറർ പറ്റിയതാണെങ്കിൽ, അതായത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാൽക്കുലേഷൻ മിസ്റ്റേക്കോ അങ്ങനെയൊക്കെയാണെങ്കിൽ പ്രശ്നമില്ല. അല്ലാതെ നിങ്ങൾക്ക് അവിടെ കോൺസെപ്റ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ കോൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഏത് സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും അതിൽ കോൺസെപ്ഷ്യൽ ക്ലാരിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് +1 ആൻഡ് +2 എൻറ്റയർ സിലബസ് എന്ന് പറയുന്നത്. 32 ചാപ്റ്റേഴ്സ് ഉണ്ട്. ചാപ്റ്റേഴ്സ് 32 ഉണ്ടെങ്കിൽ പോലും അതിൽ നമുക്ക് വളരെയധികം സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡെപ്തിൽ പോകേണ്ട ചാപ്റ്റേഴ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, റോട്ട് മെമ്മറൈസേഷൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ NCERT നിങ്ങളോട് ഇരുന്ന് 10 തവണ 20 തവണയോ 30 തവണയോ വായിക്കാനായിട്ടൊന്നും പറയൂല. ഓരോന്നും നിങ്ങളുടെ NCERTയിലുള്ള ഓരോ ലൈനിൻ്റെയും കോൺസെപ്റ്റാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കോൺസെപ്റ്റിൻ്റെ ഒരു അവിടെ വരുന്നൊരു എളുപ്പം എന്ന് പറയുന്നത്, വൺസ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായാൽ പിന്നെ അത് മെമ്മറൈസ് ചെയ്യേണ്ട ഒരു പ്രശ്നം അവിടെ വരില്ല. ഓക്കെ, ആ കോൺസെപ്റ്റാണ് ആ ചാപ്റ്ററിൻ്റെ എസെൻസ്. അത് നിങ്ങൾക്ക് മനസ്സിലായാൽ പിന്നെ ഈ മെമ്മറി അല്ലെങ്കിൽ ഒരു ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു പ്രശ്നമേ അവിടെ വരില്ല. അപ്പോൾ ആ ഒരു ലെവലിൽ പഠിക്കാൻ നിങ്ങൾ റെഡിയാവുക. പിന്നെ നിങ്ങളുടെ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് അക്കാഡമിക് പരമായിട്ടോ അല്ലാതെയുള്ള ഇഷ്യൂസ്, ഇപ്പോൾ ഗേൾസിനൊക്കെ ഹോസ്റ്റൽ ഇഷ്യൂസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നോട് തന്നെ പറയാം. ഒരു ഇഷ്യൂസും ഇല്ല. സാറിനോടും പറയാം, എന്നോടും പറയാം. ഓക്കെ, ഞാനാണെങ്കിലും അത് കറക്റ്റ് എന്ത് ചെയ്യും, അവിടെ ആരോടാണോ പറയേണ്ടത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ബയോളജിയിൽ ഞാനും ഉണ്ടാവും ക്ലാസ് എടുക്കാനായിട്ട്. നമ്മൾ എന്ത് ചെയ്യും, ഇനി ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളൊരു എഫേർട്ട് ഞങ്ങളുടെ 100% ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങളത് തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക. ഓക്കെ, നിങ്ങൾ ഓരോ ദിവസവും നോക്കുക, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ഇന്ന് വർക്ക് ചെയ്തോ എന്നുള്ളത്. എന്നിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് വരുത്തുക. ഓക്കെ, അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് ഫ്യൂച്ചർ സയൻറ്റിസ്റ്റ്സ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നല്ല നല്ല കുറേ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇനി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ ഒരു ലെവലിലോട്ട് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ എന്തായാലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം. ഐസറിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പം ഇന്ന് തൊട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള എഫേർട്സ് ഇടുക. ഇനി ലാസ്റ്റ് ഒരു കാര്യം, അത് ബയോളജിക്കാരോടല്ല, വീണ്ടും CS-കാരോടാണ്. നിങ്ങൾക്ക് ഇതെല്ലാം കേട്ടിട്ട് ബയോളജി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? തുറന്നു പറയണം. ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ലേ? കുറച്ച് ഫീൽ ചെയ്തു. കുഴപ്പമില്ല.
ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് ബയോളജി പഠിക്കുമുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 1-2 ചാപ്റ്റേഴ്സ് തീരട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾക്ക് അത് ഇൻഡിവിജ്വലി കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്ന് പറഞ്ഞാൽ മതി, നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ഓക്കെ, ബയോളജി ഓൾറെഡി പഠിച്ചവർക്ക് ഇതൊരു പ്രശ്നമായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ ഈസിയസ്റ്റ് സബ്ജക്റ്റ് ഔട്ട് ഓഫ് 4 ബയോളജി തന്നെയായിരിക്കും. ഓക്കെ, വൺ ഓഫ് ദി ഈസിയസ്റ്റ് സബ്ജക്റ്റ് ആണ് നിങ്ങളുടെ എക്സാമിനേഷനുള്ള. അപ്പോൾ ഓക്കെ, റെഡി, ഓൾ ദി ബെസ്റ്റ്. ഇനി ഇപ്പം വേറെ ഒന്നുമില്ല പറയാനായിട്ട്. ശരി, അപ്പോൾ അടുത്ത ക്ലാസ്സിന് കാണാം.